السلام عليكم ورحمة الله وبركاته. الحمد لله الواحد الأحد الفرد الصمد الذي لم يلد ولم يولد ولم يكن له كفوا أحد. أحمده حمدا بلا أحد. أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. സ്നേഹധരണീയരായ സഹോദരങ്ങളെ, സഹോദരികളെ, ഈ സദസ്സിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ശബ്ദം ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന നല്ലവരായ നാട്ടുകാരെ, സുഹൃത്തുക്കളെ, സർവ്വലോകരക്ഷിതാവായ അള്ളാഹുവിനെ സൂക്ഷിക്കണേ എന്ന് സംസാരിക്കുന്ന എന്നോടും കേൾക്കുന്ന നിങ്ങളോടും വളരെയധികം സ്നേഹത്തോടുകൂടെ ഓർമ്മപ്പെടുത്തുകയാണ്, ഉപദേശിക്കുകയാണ്. അള്ളാഹുവിൻ്റെ അപാരമായ അനുഗ്രഹത്താൽ അള്ളാഹുവിൻ്റെ ദീനിനെക്കുറിച്ച് പറയുവാനും കേൾക്കുവാനും സമയവും സന്ദർഭവും നമുക്ക് അനുകൂലമായി ലഭിച്ചിരിക്കുകയാണ്. അൽഹംദുലില്ലാ. അള്ളാഹു നമ്മളിൽ നിന്ന് ഖബൂൽ ചെയ്യുമാറാകട്ടെ. അഹ്ലൻ റമദാൻ എന്ന ടൈറ്റിലിൽ വിശുദ്ധ റമദാനിൻ്റെ മുന്നോടിയായി കേരളത്തിൻ്റെ വിവിധ പ്രദേശങ്ങളിൽ വിസ്ഡം കൂട്ടായ്മ മഹത്തായ ഈ പ്രോഗ്രാം സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ പ്രവാചകനായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതം നമ്മൾ എടുത്തു വായിക്കുമ്പോൾ പ്രവാചക തിരുമേനി ഓരോ സന്ദർഭങ്ങളിലും വിശ്വാസികൾക്ക് ആവശ്യമായ ഉപദേശങ്ങളും നിർദ്ദേശങ്ങളും നൽകിയത് കാണാൻ സാധിക്കും. 2 മരണത്തെക്കുറിച്ചുള്ള ഹദീസുണ്ട്. വിശ്വാസിയുടെയും അവിശ്വാസിയുടെയും മരണം വിശദീകരിക്കുന്ന ഹദീസ് ബറാഉ ബിൻ ആസിബ് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ആ ഹദീസിന്റെ പശ്ചാത്തലം ഒരു ഖബറിന്റെ സമീപമാണ്. ആ ഖബറിന്റെ ചാരത്തിരുന്നു കൊണ്ടാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വിശ്വാസിയുടെയും അവിശ്വാസിയുടെയും മരണത്തെക്കുറിച്ച് വളരെ വിശാലമായി വിശദീകരിക്കുന്നത്. അഥവാ ആ സന്ദർഭത്തിന് അനുയോജ്യമായ അനുകൂലമായ ഓർമ്മപ്പെടുത്തലുകളാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നൽകിയത്. യുദ്ധത്തിൻ്റെ സന്ദർഭങ്ങളിൽ സൈനികരായ തൻ്റെ അസ്ഹാബുകളെ, സ്വഹാബികളെ ഒരുമിച്ച് കൂട്ടി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ യുദ്ധവുമായി ബന്ധപ്പെട്ട ഉപദേശങ്ങളും നിർദ്ദേശങ്ങളും നൽകിയത് ചരിത്രത്തിൽ ഏറെ നമ്മൾ വായിക്കുന്നുണ്ട്. ഞാൻ പറയുന്നത് ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം
അവൻ എത്തി നിൽക്കുന്ന സാഹചര്യവുമായി ബന്ധപ്പെട്ട ഉപദേശങ്ങളും നിർദ്ദേശങ്ങളും ലഭിക്കുക എന്നുള്ളത് അനിവാര്യമായ ഘടകമാണ്. അപ്പം നമ്മൾ എന്തിനാണ് അഹൽ റമദാൻ എന്ന ഒരു പ്രോഗ്രാം സംഘടിപ്പിക്കുന്നത് എന്ന് ചോദിച്ചാൽ അതിനുള്ള മറുപടിയാണത്. നമ്മൾ റമദാനിൻ്റെ പടിവാതിൽക്കലാണ്. അതുകൊണ്ട് തന്നെ നോമ്പിനെക്കുറിച്ച് ചില ഓർമ്മപ്പെടുത്തലുകൾ, ചില ചിന്തകൾ വിശ്വാസികളായ ആളുകൾക്കുണ്ടാകേണ്ട, അത്തരം ആലോചനകൾ നടത്തേണ്ട സമയമായതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെയുള്ള പ്രോഗ്രാം സംഘടിപ്പിക്കുന്നത് എന്ന ആമുഖമായി ഞാൻ എൻ്റെ സഹോദരികളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരികയാണ്. ഞാൻ ഈ വിഷയം അവതരിപ്പിക്കുമ്പോൾ 2 ചരിത്ര പശ്ചാത്തലമുള്ള ഹദീത്തുകളും വളരെ ചെറിയ ഒരു ഹദീത്തും മുന്നിൽ വെച്ചുകൊണ്ടാണ് ഞാൻ എൻ്റെ സംസാരത്തെ ക്രമീകരിച്ചിരിക്കുന്നത്. ആ 2 ചരിത്ര പശ്ചാത്തലമുള്ള ഹദീത്തുകളിൽ നിന്ന് ഒരു വിശ്വാസി നോമ്പിന് എത്രമാത്രം പ്രാധാന്യം കൊടുക്കണം, അല്ലെങ്കിൽ എത്രമാത്രം പ്രാധാന്യം നോമ്പിനുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. മഹാനായ അബൂ ഉമാമ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസിൽ അദ്ദേഹം പറയുന്നുണ്ട്, ബഅസ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബഅസൻ, പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു സൈന്യത്തെ നിയോഗിച്ചു, അല്ലെങ്കിൽ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യുദ്ധത്തിന് വേണ്ടി ഒരു സൈന്യത്തെ തയ്യാറാക്കുകയാണ്. ആ സമയത്ത് മഹാനായ അബൂ ഉമാമ റളിയല്ലാഹു അൻഹു പറഞ്ഞത്, ഫഖറജുതു മിൻഹും, ഞാനും അവരുടെ കൂടെ പോകുന്നുണ്ട്. ആ സൈന്യത്തിൽ ഒരംഗമായി, ഒരു സൈനികനായി ഹദീസ് ഉദ്ധരിക്കുന്ന അബൂ ഉമാമ റളിയല്ലാഹു അൻഹുവുമുണ്ട്. അപ്പൊ അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സമീപത്തേക്ക് ചെന്നു. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അദ്ദേഹം പറഞ്ഞു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ പ്രവാചകരെ, അല്ലാഹുവിന്റെ ദൂതരെ, ഉദ്ഉല്ലാഹ അൻ യർസുഖനി അഷ്ഹദ, നബിയെ, ഈ യുദ്ധത്തിൽ ഞാൻ ഷഹീദാകാൻ വേണ്ടി നിങ്ങൾ ദുആ ചെയ്യണം, നിങ്ങൾ പ്രാർത്ഥിക്കണം. എന്തിനായിരിക്കും ആ സഹാബി അങ്ങനെ ഒരു ആവശ്യം പറയുന്നത്? അദ്ദേഹത്തിന് അറിയാം, ഞാൻ ഈ ചോദിക്കുന്നത് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോടാണ്. പ്രവാചക തിരുമേനിയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇജാബത്തുള്ള വ്യക്തിയാണ്. അള്ളാഹുവിനോട് ദുആ ചെയ്താൽ അള്ളാഹു സ്വീകരിക്കും, അള്ളാഹു ഉത്തരം നൽകും. അതുകൊണ്ട് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഞാൻ ഷഹീദാകാൻ വേണ്ടി ദുആ ചെയ്താൽ എനിക്ക് ഷഹീദാകാൻ സാധിക്കും, അതിലൂടെ എനിക്ക് സ്വർഗം നേടിയെടുക്കാൻ സാധിക്കും. അതാണ് അദ്ദേഹത്തിന്റെ ആവശ്യം. പക്ഷേ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ആവശ്യം ഉന്നയിച്ച സ്വഹാബിയോട് അദ്ദേഹത്തിന്റെ മുന്നിൽ വെച്ച് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ദുആ ചെയ്തു. പക്ഷെ നബിയുടെ ദുആ ഇപ്രകാരമാണ്, അല്ലാഹുമ്മ സല്ലിംഹും വഗന്നിംഹും, അല്ലാഹുമ്മ സല്ലിംഹും വഗന്നിംഹും, അല്ലാഹുവേ, അബൂ ഉമാമ അടക്കമുള്ള ഈ സൈനികരെ നീ സുരക്ഷിതരായി മടക്കിയെത്തിക്കണേ, അവർക്ക് അപകടങ്ങളൊന്നും സംഭവിക്കരുത്. അതേപോലെ തന്നെ വഗന്നിംഹും, അവരെ നീ ഗനീമത്ത് സ്വത്ത് കൊണ്ട് അനുഗ്രഹിക്കണേ എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ദുആ ചെയ്തു. നബിയാണ് ദുആ ചെയ്തത് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഹദീസിലേക്കാണ് അബൂ ഉമാമ റളിയല്ലാഹു അൻഹു പറയുന്നത്, ഫസലിംനാ വഗനിംനാ, ഞങ്ങൾ സുരക്ഷിതരായി മടങ്ങി വന്നു. വഗനിംനാ, ഞങ്ങൾക്ക് ധാരാളം ഗനീമത്ത് സ്വത്ത് ലഭിച്ചു, ധാരാളം സ്വത്ത് ഞങ്ങൾക്ക് ലഭിച്ചു. നബിയുടെ പ്രാർത്ഥന അല്ലാഹു സ്വീകരിച്ചു. അവരെല്ലാവരും സുരക്ഷിതരായി മടങ്ങി വന്നു. അദ്ദേഹം പറയുകയാണ്, സുമ്മ ബഅസ ജയ്ശൻ ആഖർ, പിന്നെ അല്ലാഹുവിന്റെ റസൂൽ കാലമേറെ കഴിഞ്ഞപ്പോൾ ഒരു സൈന്യത്തെ നിയോഗിക്കുകയാണ്. അപ്പോഴും ആ സൈന്യത്തിന്റെ കൂടെ അബൂ ഉമാമയുണ്ട്. നബിയോട് അദ്ദേഹം ഒന്നാമത് പറഞ്ഞതുപോലെ നബിയോട് പോയി ചോദിച്ചു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ പ്രവാചകരെ, ഉദ്ഉല്ലാഹ അൻ യർസുഖനി അഷ്ഹദ, ഞാൻ ഷഹീദാകാൻ വേണ്ടി നിങ്ങൾ ദുആ ചെയ്യണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒന്നാമത് പ്രാർത്ഥിച്ചതുപോലെ പ്രാർത്ഥിച്ചു, ഒന്നാമത് സംഭവിച്ചതുപോലെ സംഭവിച്ചു. അവരെല്ലാവരും സുരക്ഷിതരായി മടങ്ങി വന്നു, അവർക്ക് ഗനീമത്ത് സ്വത്ത് ലഭിച്ചു. മൂന്നാമത്തെ തവണയും ഇത് ആവർത്തിച്ചു. 3 തവണയും അബൂ ഉമാമ അടക്കമുള്ള ആളുകൾ സുരക്ഷിതരായി മടങ്ങി വന്നു, അവർക്ക് ഗനീമത്ത് സ്വത്ത് ലഭിച്ചു. അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സമീപത്തേക്ക് ചെന്ന് പറഞ്ഞു, അതൈതുക സലാസ മറ, നബിയെ, ഞാൻ നിങ്ങളുടെ സമീപത്തേക്ക് 3 തവണ വന്നു. എന്തിനാ ഞാൻ വന്നത്? ഞാൻ ഷഹീദാകാൻ നിങ്ങൾ പ്രാർത്ഥിക്കണമെന്ന് പറയാൻ വേണ്ടിയാണ്. ഞാൻ ഷഹീദാകാൻ നിങ്ങൾ ദുആ ചെയ്യാൻ വേണ്ടി പറയാൻ വേണ്ടിയാണ്.
പക്ഷെ നബിയെ നിങ്ങൾ പ്രാർത്ഥിച്ചത് ഞാൻ സുരക്ഷിതനാകാനാണ്, ഗനീമത്ത് സ്വത്ത് ലഭിക്കാനാണ്. ഞാൻ സുരക്ഷിതനായി, എനിക്ക് ഗനീമത്ത് സ്വത്ത് ലഭിച്ചു. നബിയെ ഞാൻ ഈ ആവശ്യം നിങ്ങളോട് പറയാനുള്ള കാരണം സ്വർഗം ആഗ്രഹിച്ചിട്ടാണ്. എനിക്ക് സ്വർഗം ലഭിക്കണം, അതുകൊണ്ടാണ് ഞാൻ ഷഹീദാകാൻ ആഗ്രഹിച്ചത്. അതുകൊണ്ട് നബിയെ ഫഅ്മുർനി ബിഅമലിൻ, നിങ്ങൾ എന്നോടൊരു അമല് കൽപ്പിച്ചാലും, ഒരു അമല് പറഞ്ഞു തന്നാലും, എനിക്ക് സ്വർഗം നേടിത്തരുന്ന, എനിക്ക് സ്വർഗം സ്വന്തമാക്കാൻ സാധിക്കുന്ന ഒരു അമൽ, ഒരു പ്രവൃത്തി നബിയെ നിങ്ങൾ എനിക്ക് പറഞ്ഞു തന്നാലും. അവിടെയാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നത്, അലൈക ബിസ്സൗം, അലൈക ബിസ്സൗം, നീ സ്വർഗമാണ് ആഗ്രഹിക്കുന്നത് എങ്കിൽ ആ സ്വർഗത്തിന് വേണ്ടി നീ ചെയ്യേണ്ടത് നോമ്പ് നോൽക്കുക എന്നുള്ളതാണ്. ഫഇന്നഹു ലാ മിസ്ല ലഹു, അതിന് തുല്യമായി മറ്റൊന്നുമില്ല എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അബൂ ഉമാമ റളിയല്ലാഹു അൻഹുവിനെ പഠിപ്പിച്ചത് സ്വഹീഹായ ഹദീസിൽ നമുക്ക് കാണാൻ സാധിക്കും. സഹോദരങ്ങളെ, പരിശുദ്ധ റമദാനിന്റെ പടിവാതിൽക്കൽ നിൽക്കുന്ന നമ്മൾ ഓരോരുത്തരും ഈ ചരിത്രവുമായി ബന്ധപ്പെട്ട ഒരു ആലോചന നടത്തി നോക്കൂ. എത്രമാത്രം സ്ഥാനമുണ്ട് നോമ്പിന്, എത്രമാത്രം മഹത്വമുണ്ട് നോമ്പിന്. ഷഹീദാകാൻ ദുആ ചെയ്യാൻ പറഞ്ഞ വ്യക്തിയോട് സ്വർഗം നേടിയെടുക്കാനുള്ള അമലായി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുന്നത് നോമ്പിനെയാണ്. അതേപോലെ മഹാനായ ഖൈസ് ബിൻ സെയ്ദ് റളിയല്ലാഹു അൻഹു അദ്ദേഹം ഉദ്ധരിക്കുന്ന ഹദീസിലേക്കാണ്. അദ്ദേഹം പറയുകയാണ്, അന്നൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ത്വല്ലഖ ഹഫ്സ ബിൻത ഉമർ. വളരെ വിശാലമായ ഒരു ചരിത്രമാണ്. ആ ചരിത്രത്തിന്റെ പശ്ചാത്തലത്തിലേക്ക് ഞാൻ പ്രവേശിക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അദ്ദേഹത്തിന്റെ ഭാര്യയായിരുന്ന ഹഫ്സ റളിയല്ലാഹു അൻഹയെ ത്വലാഖ് ചെല്ലാൻ തീരുമാനിച്ചു, അല്ലെങ്കിൽ അത്തരമൊരു ചർച്ചകൾ നടന്നു. ത്വലാഖിനെ കുറിച്ചുള്ള ചർച്ചകൾ നടന്നു. അതിന് വലിയ പശ്ചാത്തലമുണ്ട്, ഞാൻ അങ്ങോട്ട് പ്രവേശിക്കുന്നില്ല. അപ്പൊ ഈ വാർത്ത പരന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യ പദവിയിൽ നിന്ന് പുറത്താക്കപ്പെടുകയാണ്. എത്രമാത്രം വേദനയുള്ള കാര്യമാണ്. ഉമർലാന്റെ മകളാണ്. അതേപോലെ തന്നെ ഉസ്മാൻ ഇബ്നു മദ്ഊൻ, ഖുദാമ ഇബ്നു മദ്ഊൻ റളിയല്ലാഹു അൻഹുമ, അവരുടെ രണ്ടുപേരുടെയും സഹോദരിയുടെ മകളാണ് ഹഫ്സ റളിയല്ലാഹു അൻഹ. ഏറെ പ്രത്യേകതയുള്ള വ്യക്തിയാണ് ഹഫ്സ റളിയല്ലാഹു അൻഹ. അവരെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒഴിവാക്കാനുള്ള ചർച്ചകൾ നടക്കുന്നത്, അത്തരം ആലോചനകൾ നടക്കുന്നത്. ചില റിവായത്തുകൾ പ്രകാരം നബി അവരെ ത്വലാഖ് ചെല്ലി എന്നാണുള്ളത്. എന്തായാലും ഈ വാർത്തയറിഞ്ഞ എല്ലാവരും സങ്കടപ്പെട്ടുകൊണ്ട് നിൽക്കുമ്പോൾ, കരഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ സദസ്സിലേക്ക് ചിരിച്ചു കൊണ്ടുവരുന്ന ഒരു രംഗമുണ്ട്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ കരഞ്ഞിരിക്കുന്ന ആളുകളുടെ ഇടയിലേക്ക് ചിരിച്ചു കൊണ്ടുവന്നു. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് പറഞ്ഞു, ഖാല ലി ജിബ്രീൽ, ജിബ്രീൽ എന്നോട് പറഞ്ഞിട്ടുണ്ട്. ജിബ്രീൽ എന്റെ സമീപത്ത് വന്ന് എന്നോട് പറഞ്ഞിട്ടുണ്ട്. എന്താ ജിബ്രീൽ പറഞ്ഞത്? ജിബ്രീൽ പറഞ്ഞു, റാജി ഹഫ്സ, ഹഫ്സയെ മടക്കിയെടുക്കണം. ഹഫ്സനെ ഒഴിവാക്കാൻ പറ്റൂല, ഹഫ്സയെ മടക്കിയെടുക്കണം. എന്താണ് കാരണം? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒഴിവാക്കാൻ തീരുമാനിച്ച ഒരു ഇണയെ, ഒരു ഭാര്യയെ മടക്കിയെടുക്കാൻ ആകാശ ലോകത്ത് നിന്ന് ജിബ്രീൽ അലൈഹിസ്സലാം എന്ന് ആവശ്യപ്പെടുന്നു. അതിന്റെ സബബ് എന്താണ്? അതിന്റെ കാരണം എന്താണ്? ജിബ്രീൽ അലൈഹിസ്സലാം പറഞ്ഞു, ഫഇന്നഹാ സവ്വാമത്തുൻ ഖവ്വാമ. ഹഫ്സ റളിയല്ലാഹു അൻഹ ആരാന്നറിയോ? അവര് നോമ്പ് നോൽക്കുന്ന ആളാണ്, അവർ രാത്രി നിസ്കരിക്കുന്ന ആളാണ്. അതുകൊണ്ട് അവരെ ത്വലാഖ് ചെയ്യാൻ പറ്റില്ല, അവരെ മടക്കിയെടുക്കണം. ഹദീസിലേക്കാണ് വഇന്നഹാ സൗജതുക ഫിൽ ജന്ന, നബി അവർ നിങ്ങളുടെ ഭാര്യയാണ് സ്വർഗ്ഗത്തിലും. ഹഫ്സ റളിയല്ലാഹു അൻഹ സ്വർഗ്ഗത്തിലും നിങ്ങളുടെ ഭാര്യയാണ് എന്ന് മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാം എന്നോട് പറഞ്ഞു എന്ന് പറയുന്നത് ആരാ? മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. നോക്കൂ, നിങ്ങൾ ആകാശ ലോകത്ത് നിന്ന് ഒരു മലക്ക് ഭൂമിയിലേക്ക് ഇറങ്ങി വരാൻ. ഒരു പെണ്ണിനെ ഒഴിവാക്കാൻ പാടില്ല, ഒരു പെണ്ണിനെ ത്വലാഖ് ചെല്ലാൻ പാടില്ല. അതിന്റെ കാരണം എന്താണ്? അവർ നോമ്പ് നോൽക്കുന്ന ആളാണെന്നുള്ളതാണ്. സഹോദരങ്ങളെ, ഈ രണ്ട് ചരിത്രങ്ങളെ മുന്നിൽ വെച്ചുകൊണ്ട് വേറെ ഒന്നും കേൾക്കാതെ തന്നെ നോമ്പിന്റെ മഹത്വവും പ്രാധാന്യവും നമുക്ക് എല്ലാവർക്കും മനസ്സിലാക്കാൻ സാധിക്കും, നമുക്ക് എല്ലാവർക്കും അത് ഉൾക്കൊള്ളാൻ സാധിക്കും. അതുകൊണ്ടാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് അബീ സഈദിനിൽ ഖുദ്രി റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസ് നമ്മൾ വായിക്കുന്നത്. എന്താ അദ്ദേഹം പറയുന്നത്? നബി പറഞ്ഞു, മാ മിൻ അബ്ദിൻ യസൂമു യൗമൻ ഫീ സബീലില്ലാഹ്, അല്ലാഹുവിന്റെ മാർഗ്ഗത്തിൽ ഒരു അടിമ ഒരു നോമ്പ് നോൽക്കുകയാണ് എങ്കിൽ ഇല്ലാ ബഅദല്ലാഹു ബിദാലികൽ യൗമി വജ്അഹു അനിൻ നാരി 70 ഖരീഫ, 70 വർഷത്തെ വഴി ദൂരം.
അടിവരയിട്ട് മനസ്സിലാക്കണം. 70 വർഷത്തെ വഴി ദൂരം നരകത്തിൽ നിന്ന് അയാൾ അകലെയായിരിക്കും ഒരൊറ്റ നോമ്പ് നോറ്റാൽ. നോക്കൂ നിങ്ങൾ, എത്ര വലിയ മഹത്വമാണ് നോമ്പിന്. ഒരു നോമ്പ് നോറ്റാൽ 70 വർഷത്തെ വഴി ദൂരം അകലെയായിരിക്കും. 70 വർഷം എന്ന് പറഞ്ഞാൽ എന്താണ്? 70 വർഷത്തെ വഴി ദൂരം എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്താ? 70 വർഷം ഒരാൾ നടന്നു പോകുന്ന ദൂരമാണോ, അല്ലെങ്കിൽ ഒരാൾ ഓടുന്ന സമയമാണോ? ഇസ്ലാമിക ലോകത്തെ പണ്ഡിതന്മാർ പലതരത്തിലുള്ള വിശദീകരണങ്ങൾ നൽകി. അതിൽ പ്രബലമായ ഒരു അഭിപ്രായം എന്താ അറിയോ? ഒരു പക്ഷി, അതിവേഗതയിൽ പറക്കുന്ന ഒരു പക്ഷി 70 വർഷം എത്ര ദൂരം പറക്കുമോ, വിശ്രമിക്കാതെ വെള്ളം കുടിക്കാതെ ഒരു പക്ഷി എത്ര ദൂരം പറക്കോ 70 വർഷം, അത്രയും ദൂരം ഒരാൾ ഒരു നോമ്പ് നോറ്റാൽ നരകത്തിൽ നിന്ന് അകലെയായിരിക്കുമെന്നാണ് ചില പണ്ഡിതന്മാർ ഇതിനെ വിശദീകരിച്ചിട്ടുള്ളത്. വരാൻ പോകുന്ന റമദാനിൽ 30 നോമ്പുകൾ നമുക്ക് ലഭിച്ചാൽ, അല്ലാഹു അനുഗ്രഹിച്ചാൽ 30 നോമ്പ് കിട്ടും. 30 നോമ്പ് കിട്ടിയാൽ 2100 വർഷം നരകത്തിൽ നിന്ന് അകലെയാകാൻ, 2100 വർഷത്തെ വഴി ദൂരം, ഒരു പക്ഷി പറക്കുന്ന അത്രയും ദൂരം നരകത്തിൽ നിന്ന് അകലാൻ നമുക്ക് സാധിക്കുമെന്നാണ് ഈ ഹദീത്തിന്റെ ആശയത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ പ്രദേശത്ത് അഹ്ലൻ റമദാൻ എന്ന പ്രോഗ്രാം സംഘടിപ്പിക്കുമ്പോൾ എനിക്കേറെ പ്രാധാന്യത്തോടുകൂടെ ഓർമ്മപ്പെടുത്താനുള്ള 3 ഹദീത്തുകൾ ഇതാണ്. ഈ ഹദീത്തുകളിൽ നിന്ന്, ഈ ഹദീത്തിന്റെ അകക്കാമ്പിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യണം? നോമ്പിന്റെ മഹത്വം മനസ്സിലാക്കണം. ഇതിൽ അടിവരയിട്ട് പഠിക്കേണ്ട ഒരു കാര്യം, ഇവിടെ നോമ്പ് എന്നേ പ്രയോഗിച്ചിട്ടുള്ളൂ. നോമ്പാണ്. ഏത് നോമ്പാ? റമദാനിലെ നോമ്പാണോ? അല്ല, നോമ്പ് എന്നേ പ്രയോഗിച്ചിട്ടുള്ളൂ. പ്രിയപ്പെട്ടവരെ, നോമ്പിന് ഇത്രമാത്രം മഹത്വമുണ്ട് എങ്കിൽ വിശുദ്ധ ഖുർആൻ അവതരിപ്പിക്കാൻ വേണ്ടി അള്ളാഹു തെരഞ്ഞെടുത്ത റമദാനിലെ നോമ്പിന് എത്ര പ്രത്യേകത ഉണ്ടാകും? റമദാനിലെ നോമ്പിന് എത്രമാത്രം സ്ഥാനം ഉണ്ടാകും? അതുകൊണ്ടാണ് സ്വഹാബികൾ, അതുകൊണ്ടാണ് മുൻഗാമികളായ ആളുകൾ പ്രാർത്ഥിച്ചത്, അല്ലാഹുമ്മ ബല്ലിഗ്നാ റമദാൻ, പടച്ചോനെ അല്ലാഹുവേ റമദാനിലേക്ക് ഞങ്ങളെ എത്തിക്കണേ, റമദാനിലേക്ക് ഞങ്ങളെ എത്തിക്കണേ എന്ന് മുൻഗാമികളിൽ പല ആളുകളും ദുആ ചെയ്തിട്ടുണ്ട്. റമദാനിലെ അമലുകൾ സ്വീകരിക്കാൻ വേണ്ടി അവർ പല ആളുകളും ദുആ ചെയ്തിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ നോമ്പിന്റെ മഹത്വം അറിഞ്ഞ്, മഹത്വം മനസ്സിലാക്കി നോമ്പിലേക്ക് പ്രവേശിക്കാനാണ് വിശ്വാസികൾ ശ്രദ്ധിക്കേണ്ടത്. മഹാനായ ഇബ്നുൽ ജൗസി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹം ഒരു വാചകം പറഞ്ഞത് ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാം. അദ്ദേഹം പറയാണ്, ഇപ്പൊ നമ്മളൊക്കെ നാട്ടിൽ മരണപ്പെട്ടു പോയ മനുഷ്യന്മാരുണ്ടാവും, നമുക്കറിയാവുന്ന പരിചയമുള്ള കുറേ ആൾക്കാർ. ഇവിടുത്തെ ഖബർസ്ഥാൻ ഉണ്ടാകും. ആ ഖബർസ്ഥാനിൽ കിടക്കുന്ന മനുഷ്യന്മാർക്ക്, ഖബറിൽ കിടക്കുന്ന ആൾക്കാർക്ക്, അവർക്ക് എന്തെങ്കിലും ഒന്ന് ആലോചിക്കാൻ, എന്തെങ്കിലും ഒന്ന് വിചാരിക്കാൻ ഒരു അവസരം കൊടുത്താൽ എന്തായിരിക്കും അവർ വിചാരിക്കുക? മരണപ്പെട്ട ഖബറിൽ കിടക്കുന്ന മനുഷ്യന്മാർ അവർക്കൊരു ചാൻസ് കൊടുത്ത് എന്തെങ്കിലും ഒന്ന് വിചാരിച്ചു, അല്ലെങ്കിൽ ഒന്ന് ആഗ്രഹിച്ചോളൂ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും അവർ ആഗ്രഹിക്കുക? ഇബ്നുൽ ജൗസി റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നുണ്ട്, തല്ലാഹി ലൗ ഖീല ലിയഹ്ലിൽ ഖുബൂർ തമന്നൗ, ഖബറിൽ കിടക്കുന്ന മനുഷ്യന്മാരോട്, ഖബറാളികളോട് ആഗ്രഹിക്കാൻ ഒരു അവസരം കൊടുത്താൽ അവരെന്താ ആഗ്രഹിക്കാൻ അറിയോ? ല തമന്നൗ യൗമൻ മിൻ റമദാൻ, അവരത് ആഗ്രഹിക്കുക, റമദാനിലെ ഒരു ദിവസം ഞങ്ങൾക്ക് മടക്കി കിട്ടിയിരുന്നെങ്കിൽ എന്നവരാഗ്രഹിക്കുമെന്ന് മഹാനായ ഇബ്നുൽ ജൗസി റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നുണ്ട്. എന്തിനായിരിക്കും? എന്താ ഇബ്നുൽ ജൗസി റഹ്മത്തുള്ളാഹി അലൈഹി അപ്രകാരം പറയാനുള്ള കാരണം? സഹോദരങ്ങളെ, റമദാനിന്റെ പ്രത്യേകതയാണത്, റമദാനിന്റെ മഹത്വമാണത്. റമദാൻ എന്ന് പറഞ്ഞാൽ ഹജ്ജ് ഒഴികെ ബാക്കി എല്ലാ ഇബാദത്തുകളും സമ്മേളിക്കുന്ന, എല്ലാ ഇബാദത്തുകളും നമുക്ക് ചെയ്യാൻ സാധിക്കുന്ന മാസമാണ് റമദാൻ മാസം. പണ്ഡിത ലോകത്തുള്ള ചർച്ചയാണ്, റമദാൻ മാസമാണോ ദുൽഹിജ്ജയിലെ 10 ദിവസമാണോ ഏറ്റവും ശ്രേഷ്ഠമായ ദിവസം? ഹദീസുകളുടെ അടിസ്ഥാനത്തിൽ നമ്മൾ പറയും ദുൽഹിജ്ജയിലെ 10 നാളുകൾ ഏറെ പവിത്രമാണ്. ദുനിയാവിലെ ഏറ്റവും ശ്രേഷ്ഠമായ നാളുകൾ ദുൽഹിജ്ജയിലെ 10 നാളുകളാണ്. എന്നിട്ട് പണ്ഡിതന്മാർ ചർച്ച നടത്തി, റമദാനിലെ നാളുകൾക്കാണോ ദുൽഹിജ്ജയിലെ ഈ 10 നാളുകൾക്കാണോ ശ്രേഷ്ഠത എന്ന് അവർ വിശദീകരിക്കുമ്പോൾ അവർ പറഞ്ഞത്, റമദാനിൽ അവസാനത്തെ 10 രാത്രികൾക്കാണ് ദുൽഹിജ്ജയിലെ ആദ്യത്തെ 10 ദിവസത്തിലെ രാത്രികളെക്കാൾ മഹത്വമുള്ളത്. അതേപോലെ ദുൽഹിജ്ജയിലെ ആദ്യത്തെ 10 ദിവസത്തിലെ പകലുകൾക്കാണ് റമദാനിന്റെ പകലുകളേക്കാൾ മഹത്വമുള്ളത് എന്നവർ വിശദീകരിക്കുന്നുണ്ട്. ഇതിനർത്ഥം എന്താ? ഏറെ മഹത്വം റമദാനിലുണ്ട്. ദുൽഹിജ്ജക്ക് മഹത്വമുണ്ട്, അതേപോലെ റമദാനിനും ഏറെ മഹത്വമുണ്ട് എന്ന് മുൻഗാമികളായ ആളുകൾ നമുക്ക് വിശദീകരിച്ചു തരാണ്. അപ്പോൾ ഇതാണ് റമദാനിന്റെ അവസ്ഥ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം റമദാൻ സമാഗതമാകുമ്പോൾ ഹദീസിൽ കാണാം, അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയുന്നു, കാന യുബശ്ശിറു അസ്ഹാബഹു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ സ്വഹാബത്തിനെ സന്തോഷ വാർത്ത അറിയിക്കുന്നു.
കാന യുബശ്ശിറു അസ്ഹാബഹു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബികളെ സന്തോഷ വാർത്ത അറിയിക്കും. എന്താ സന്തോഷ വാർത്ത? ഖദ് ജഅകുൻ ശഹ്റു റമളാൻ, ഇതാ നിങ്ങളിലേക്ക് റമളാൻ സമാഗതമായിരിക്കുന്നു. എന്താണ് മാസത്തിന്റെ പ്രത്യേകത? ശഹ്റുൻ മുബാറകുൻ, മുബാറക്കായ മാസമാണ്. ഫറളല്ലാഹു അലൈക്കും സിയാമഹു, അല്ലാഹു ആ മാസത്തിൽ നിങ്ങളുടെ മേൽ നോമ്പ് നിർബന്ധമാക്കിയിട്ടുണ്ട്. സഹോദരങ്ങളെ സഹോദരികളെ, ഈ ഹദീസ് നിങ്ങൾ മനസ്സിൽ വെക്കണം. ഈ ഹദീസിനെ അടിസ്ഥാനപ്പെടുത്തി 10 പോയിന്റുകൾ പറഞ്ഞ് ഞാൻ എൻ്റെ സംസാരം അവസാനിപ്പിക്കും. ഈ ഹദീസാണ് എൻ്റെ സംസാരത്തിന്റെ അസിൽ, ബേസ് ഇതാണ്. ഈ ഹദീസിലൊരു പ്രയോഗമാണ്. എന്താ ഹദീസിലെ പ്രയോഗം? ഷഹ്റുൻ മുബാറക്, അനുഗ്രഹീതമായ മാസമാണ് റമദാൻ മാസം. അതാണ് നമ്മൾ അറിയേണ്ടത്. നമ്മൾ സ്വീകരിക്കാൻ പോകുന്ന റമദാൻ മാസം അത് അനുഗ്രഹീതമാണ്. നോമ്പ് നോക്കണം, നമുക്കറിയാം. നോമ്പിന്റെ തുടക്ക സമയം നമുക്കറിയാം, അവസാന സമയം നമുക്കറിയാം, അല്ലെ? നോമ്പ് മുറിയുന്ന കാര്യങ്ങൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്. എന്നാൽ നമ്മൾ പ്രവേശിക്കാൻ പോകുന്ന മാസത്തെക്കുറിച്ച് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വഹാബികളെ സന്തോഷ വാർത്ത അറിയിക്കുക. കാന യുബശ്ശിറു അസ്ഹാബഹു, നബി സന്തോഷ വാർത്ത അറിയിച്ചു. എന്താ സന്തോഷ വാർത്ത? ഈ റമദാൻ എന്ന് പറഞ്ഞാൽ അത് മുബാറക്കായ അനുഗ്രഹീതമായ മാസമാണെന്ന്. എന്താണ് ഈ ബറക്കത്താക്കപ്പെട്ട മാസം എന്ന് പറഞ്ഞാൽ? റമദാന്റെ പ്രത്യേകതയാണത്, ബറക്കത്താക്കപ്പെട്ട മാസമാണ്. എന്താണ് ഈ മുബാറക്കായ മാസം എന്ന് പറഞ്ഞാൽ? അപ്പൊ ആദ്യം നമ്മൾ എന്താ ബറക്കത്ത് എന്ന് പഠിക്കണം. ബറക്കത്ത് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ അറിയോ? പണ്ഡിതന്മാർ പറഞ്ഞത് നന്മയിൽ ഉണ്ടാകുന്ന വളർച്ച, നന്മയിൽ ഉണ്ടാകുന്ന വളർച്ചയും അതേപോലെ തന്നെ അതിലുള്ള സുബൂത്തുമാണ്. സുബൂത്ത് പറഞ്ഞ ഉറച്ചു നിൽക്കുക, നന്മകൾ ഇങ്ങനെ ധാരാളം ചെയ്യുക, ആ ചെയ്യുന്ന നന്മകളിൽ ഉറച്ചു നിൽക്കാൻ സാധിക്കുക, അതാണ് ബറക്കത്ത്. അതാണ് ബറക്കത്ത്. ഭാര്യ ബറക്കത്താണോ? ഒരു നല്ല ഇണയൽ ബറക്കത്താണ്, സംശയമൊന്നുമില്ല. മക്കള് ബർക്കത്തല്ലാണ്, സമ്പത്ത് ബർക്കത്തല്ലാണ്, വാഹനം ബർക്കത്തല്ലാണ്, ഒരുപാട് നിഅമത്തുകൾ ബറക്കത്ത് തന്നെയാണ്. പക്ഷെ പണ്ഡിതന്മാർ ബറക്കത്തിനെ നിർവചിക്കുമ്പോൾ അവർ പറഞ്ഞത് നന്മയിൽ ഉണ്ടാകുന്ന വളർച്ചയും അതിലുള്ള സുബൂത്തുമാണ്, അതിൽ ഉറച്ചു നിൽക്കാനുള്ള കഴിവുമാണ് ബറക്കത്ത് എന്ന് പറഞ്ഞാൽ. ഇനി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഹദീസിലേക്ക് ഈ ബറക്കത്തിൽ നിന്ന് കൂട്ടി ചേർത്ത് നോക്കൂ നിങ്ങൾ. നബി പറഞ്ഞെന്താ? റമദാൻ ബറക്കത്താക്കപ്പെട്ട മാസമാണ്, അനുഗ്രഹീതമായ മാസമാണ്. ആ അനുഗ്രഹീതമായ മാസമാകണമെങ്കിൽ എന്ത് വേണം? റമദാനിൽ നന്മയിൽ വർധനവുണ്ടാകണം. അപ്പോഴത് ബറക്കത്താക്കപ്പെട്ട മാസമാകുന്നത്. ഇനി ഒന്ന് ആലോചിച്ച് നോക്കൂ നിങ്ങൾ, നമ്മുടെ കഴിഞ്ഞുപോയ റമദാനുകൾ ബറക്കത്താക്കപ്പെട്ട മാസമായിരുന്നില്ലേ? ആണ് എന്ന് നമ്മൾ പറയേണ്ടി വരും. കാരണം എന്താ? റമദാൻ അല്ലാത്ത മാസങ്ങളെക്കാൾ കൂടുതൽ നന്മയിൽ വർധനവുണ്ടാകുന്ന, നന്മകൾ ധാരാളം ചെയ്യുന്ന മാസമാണ് ഏത് മാസം? റമദാൻ മാസം. അതുകൊണ്ടാണ് റമദാൻ മാസത്തെ അത് ബറക്കത്താക്കപ്പെട്ട മാസം എന്ന് പറയുന്നത്. അപ്പൊ എന്താണ് റമദാനിലെ ബറക്കത്തുകൾ? റമദാനിലൂടെ ഒരു വിശ്വാസിക്ക് നേടിയെടുക്കാൻ സാധിക്കുന്ന ബറക്കത്ത് എന്താ? ഒന്നാമത്തെ കാര്യം, ഒന്നാമത്തെ പോയിന്റ്, വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ബഖറയിൽ 183-ാമത്തെ ആയത്തിൽ നോമ്പുമായി ബന്ധപ്പെട്ട് പറഞ്ഞ ആയത്ത് തന്നെയാണ്, അല്ലേ? അല്ലാഹു സുബ്ഹാനഹു വ തആല നോമ്പ് നിർബന്ധമാണ് എന്ന് പഠിപ്പിച്ച ആയത്ത്. യാ അയ്യുഹല്ലദീന ആമനു കുതിബ അലൈക്കുമുസ് സിയാം കമാ കുതിബ അലല്ലദീന മിൻ ഖബ്ലികും ലഅല്ലകും തത്തഖൂൻ. ഇതാണ് ഒന്നാമത്തെ ബറക്കത്ത്. നോമ്പിലൂടെ ഒരു വിശ്വാസിക്ക് ലഭിക്കുന്ന ഏറ്റവും വലിയ ബറക്കത്ത് എന്ന് പറഞ്ഞാൽ ഭക്തിയുള്ളവരാകാൻ സാധിക്കും, തഖ്വയുള്ളവരാകാൻ സാധിക്കും, അല്ലാഹുവിനെ സൂക്ഷിക്കുന്നവരാകാൻ സാധിക്കും. അതാണ് ബറക്കത്ത്. ഏത് തോന്നിവാസം ചെയ്ത് ജീവിക്കുന്ന മനുഷ്യനും നോമ്പാകുമ്പോൾ എന്ത് ചെയ്യും? അള്ളാഹുവിലേക്ക് അടുക്കുകയാണ്, അള്ളാഹുവിലേക്ക് അവൻ ഓടി അടുക്കുകയാണ്. അത് നോമ്പിന്റെ പ്രത്യേകതയാണ്. അത് നോമ്പിലൂടെ വിശ്വാസികളായ ആളുകൾക്ക് ലഭിക്കുന്ന ഒരു ബറക്കത്താണ്. ആയത്തിന്റെ പ്രയോഗം എന്താ? യാ അയ്യുഹല്ലദീന ആമനു എന്നാണ്. പ്രിയപ്പെട്ടവരെ, വിശുദ്ധ ഖുർആൻ പലതവണ ആവർത്തിച്ച് വായിക്കുന്നവരാണ് നമ്മൾ. ഈ പ്രയോഗം നമ്മൾ എവിടെയെങ്കിലും കണ്ടാൽ, യാ അയ്യുഹല്ലദീന ആമനു എന്ന പ്രയോഗം കണ്ടാൽ ഉടനെ ഒരു വിശ്വാസി അവിടെ മനസ്സിലാക്കേണ്ട ഒരു പോയിന്റ് ഉണ്ട്. എന്തറിയോ? ഈ പ്രയോഗം നടത്തി അതിന്റെ തൊട്ടു പിറകെ അള്ളാഹു പറയുന്ന കാര്യം ഒന്നുകിൽ നിർബന്ധമായി നമ്മൾ ചെയ്യേണ്ടതായിരിക്കും, നിർബന്ധമായിട്ട് ചെയ്യേണ്ടി വരും, അല്ലെങ്കിലോ നിർബന്ധമായിട്ട് ഒഴിവാക്കേണ്ട കാര്യമായിരിക്കും. മനസ്സിലായോ? വിശുദ്ധ ഖുർആനിൽ എവിടെ നിങ്ങൾ യാ അയ്യുഹല്ലദീന ആമനു എന്ന പ്രയോഗം കണ്ടോ, ആ പ്രയോഗത്തിന്റെ തൊട്ടു പിറകെ പറയുന്ന കാര്യം ഒന്നുകിൽ നിർബന്ധമായും ജീവിതത്തിലേക്ക് കൊണ്ടുവരണം, അല്ലെങ്കിലോ നിർബന്ധമായിട്ട് ഒഴിവാക്കേണ്ടി വരും. യാ അയ്യുഹല്ലദീന ആമനു ഇദാ നൂദിയ ലിസ്സലാത്തി മിൻ യൗമിൽ ജുമുഅ, ജുമുഅക്ക് നിങ്ങളെ വിളിക്കപ്പെട്ടാൽ നിങ്ങൾ എന്ത് ചെയ്യണം? ആ വിളിക്ക് ഉത്തരമേകണം, പള്ളിയിൽ വരണം, ജുമുഅക്ക് പള്ളിയിൽ വരണം. അപ്പൊ വിശ്വാസികളാണോ അവരെന്ത് ചെയ്യണം? അവർ പള്ളിയിൽ വരണം. അവിടെ ആണാണോ പെണ്ണാണോ എന്നുള്ള വ്യത്യാസമല്ല. ആണായാലും പെണ്ണായാലും അവരെ ഈമാനുള്ളവരാണെങ്കിൽ അവരെന്ത് ചെയ്യണം? അവർ പള്ളിയിലേക്ക് വരണം.
പക്ഷെ നമ്മുടെ നാട്ടിൽ ചില ആൾക്കാർ പറയാറുണ്ട് പള്ളിക്ക് പോകാൻ പാടില്ല. അതേ പ്രയോഗം ഇവിടെ നടത്തിയ അയ്യുഹല്ലദീന ആമനൂ കുതിബ അലൈക്കുമുസ് സിയാം, സത്യവിശ്വാസികളെ നിങ്ങളുടെ മേൽ നോമ്പ് നിർബന്ധമാണ്. ഞാൻ പറഞ്ഞത് അറിയോ, യാ അയ്യുഹല്ലദീന ആമനു എന്ന പ്രയോഗം നടത്തി അള്ളാഹു ഒരു കാര്യം കൽപ്പിച്ചാൽ അതിന്റെ അർത്ഥം എന്താ? അതിന്റെ തൊട്ടു പിറകെ പറയുന്ന കാര്യം വിശ്വാസികളായ ആളുകൾ എന്ത് ചെയ്യണം? ഈമാനുള്ള ആളുകൾ പ്രാവർത്തികാക്കണം. ഒന്നുകിൽ അള്ളാഹു പറഞ്ഞു യാ അയ്യുഹല്ലദീന ആമനു ഇന്നമൽ ഖംറു വൽ മൈസിറു വൽ അൻസാബു വൽ അസ്ലാമു റിജ്സും മിൻ അമലി ശൈത്വാൻ ഫജ്തനിബൂഹു. വെടിയാൻ പറഞ്ഞു, ഒഴിവാക്കാൻ പറഞ്ഞു. മദ്യത്തെക്കുറിച്ച്, ചൂതാട്ടത്തെക്കുറിച്ച് അവിടെയുള്ള പ്രയോഗം എന്താ? ആ കാര്യങ്ങൾ എന്താ? വിശ്വാസികളെ നിങ്ങൾ അതൊന്നും ചെയ്യാൻ പാടില്ല, ചെയ്യാൻ പാടില്ല. അപ്പൊ ഈ ആയത്ത് പലതവണ ആവർത്തിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ അടിസ്ഥാനപരമായി പഠിക്കണം. ഇങ്ങനെ ഒരു പ്രയോഗം നടത്തിയാൽ അത് നമുക്ക് ചെയ്യാനുള്ളതാണ്. അപ്പൊ ഈ ആയത്തിൽ എന്താ പറയുക? നിങ്ങളുടെ മേൽ നോമ്പ് നിർബന്ധമാണ്. നിങ്ങളുടെ മുമ്പുള്ളവർക്ക് നോമ്പ് നിർബന്ധമാക്കപ്പെട്ടതുപോലെ. എന്തിനാണ്? ലഅല്ലക്കും തത്തഖൂൻ, നിങ്ങൾ സൂക്ഷ്മതയുള്ള ആളുകളാകാൻ. അതാണ് ബറക്കത്ത് എന്ന് പറഞ്ഞാൽ. നോമ്പിലൂടെ ഒരു വിശ്വാസിക്ക് ലഭിക്കുന്ന ബറക്കത്ത് അതാണ്. തെറ്റുകളിൽ നിന്ന് അകന്നു നിൽക്കാൻ പറ്റും. അതിനൊരു ആത്മബലം അവന് ലഭിക്കും. ഇത് നമുക്കെല്ലാവർക്കും അനുഭവമുള്ള കാര്യമാണ്. നമ്മുടെ ജീവിതത്തിന് പരിവർത്തനം വരുമെന്നുള്ളതിന് നമ്മുടെ ജീവിതം സാക്ഷിയാണ്. കഴിഞ്ഞ റമദാനുകൾ പരിശോധിച്ചാൽ നമ്മുടെ ജീവിതം അതൊരു സാക്ഷിയാണ്. അപ്പൊ അത് ഉൾക്കൊണ്ടുകൊണ്ട് വേണം. റമദാൻ എന്ന് പറഞ്ഞാൽ ബറക്കത്താക്കപ്പെട്ട മാസമാണ്. ആ റമദാനിലൂടെ എനിക്ക് ലഭിക്കുന്ന ഏറ്റവും വലിയ ബറക്കത്ത് എന്താ? എനിക്കൊരു മുത്തഖിയാകാൻ, ആരെയും ബോധിപ്പിക്കാനല്ല, സ്വയം മനസ്സിലാക്കാൻ പറ്റും. നമുക്ക് നമ്മുടെ ജീവിതത്തെ ശുദ്ധീകരിക്കാൻ, മനസ്സിന് ശാന്തിയും അതേപോലെ തന്നെ ഒരു തസ്കിയത്തും നഫ്സൊക്കെ നേടിയെടുക്കാൻ സാധിക്കുന്ന ഒരു മാസമാക്കി അള്ളാഹു റമദാനിനെ മാറ്റിയിട്ടുണ്ട് എന്നുള്ളതാണ് റമദാനിന്റെ ഒന്നാമത്തെ ബറക്കത്ത്. രണ്ടാമത്തെ ബറക്കത്ത് എന്താ? രണ്ടാമത്തെ ബറക്കത്ത് മഹാനായ ഉത്ബത്ത് ബിൻ ഫറഖത്ത് റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രവുമായി ബന്ധപ്പെട്ട അദ്ദേഹം ഉദ്ധരിക്കുന്ന ഒരു ഹദീസാണ്. അദ്ദേഹം റിവായത്ത് ചെയ്യുന്ന ഒരു ഹദീസാണ്. അദ്ദേഹം രോഗിയായി കിടക്കുന്ന സമയത്ത് അർഫജയും അതേപോലെ തന്നെ അദ്ദേഹത്തിന്റെ കൂട്ടുകാരുമൊക്കെ ഈ ഉത്ബത്ത് ബിൻ ഫറഖത്തിനെ രോഗിയായപ്പോൾ സന്ദർശിക്കാൻ വേണ്ടി ചെല്ലുന്നുണ്ട്. ഇസ്ലാമിലെ മര്യാദയാണ് രോഗിയായാൽ സന്ദർശിക്കുക എന്നുള്ളത്. ഹഖ്ഖുൽ മുസ്ലിമി അലൽ മുസ്ലിമി സിത്തുൻ അല്ലെങ്കിൽ ഹംസുൻ എന്നൊക്കെ പറയുന്ന ഹദീത്തുകളിൽ പഠിപ്പിക്കുന്ന കാര്യമാണ്. രോഗിയാണോ നമ്മൾ സന്ദർശിക്കണം. വലിയ കൂലിയുള്ള കാര്യമാണ്. ഇന്നത്തെ കാലഘട്ടങ്ങളിൽ അതൊക്കെ കുറഞ്ഞുകൊണ്ടിരിക്കണം. നമ്മൾ ശ്രദ്ധിക്കണം. രോഗികളുണ്ടെന്ന് അറിഞ്ഞാൽ എന്ത് ചെയ്യണം? നമ്മൾ അവരെ സന്ദർശിക്കണം, അവരെ ആശ്വസിപ്പിക്കണം, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, അവിടെ നല്ലത് പറയണം. അങ്ങനെ ഒരുപാട് മര്യാദകളുണ്ട്. നമ്മുടെ വിഷയം അതല്ല. അപ്പൊ നോക്കൂ നിങ്ങൾ, മഹാനായ ഉത്ബത്ത് ബിൻ ഫറഖത്തിനെ റളിയല്ലാഹു അൻഹുവിനെ മഹാനായ അർഫജയും അദ്ദേഹത്തിന്റെ കൂട്ടുകാരും രോഗം സന്ദർശിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ സമീപത്ത് ചെന്നു, അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിച്ചു, ആശ്വസിപ്പിച്ചു, കൂടെ ഇരുന്നു. എന്നിട്ട് മഹാനായ അർഫജ പറയുകയാണ്, ഞങ്ങൾ അവിടുന്ന് മാറി, ആ റൂമിൽ നിന്ന് മാറി കുറച്ച് അപ്പുറത്ത് അദ്ദേഹം കാണുന്ന രീതിയിൽ ഞങ്ങൾ ഇങ്ങനെ ഇരിക്കുകയാണ്. എന്നാൽ അദ്ദേഹം പറഞ്ഞു, ഷഹ്റ റമദാൻ, ഞങ്ങൾ റമദാൻ മാസത്തെക്കുറിച്ച് ഇങ്ങനെ ചർച്ച ചെയ്യാൻ തുടങ്ങി. അർഫജയും കൂട്ടുകാരും. അദ്ദേഹം കേൾക്കണില്ല. അപ്പൊ അദ്ദേഹം ചോദിച്ചു, നിങ്ങൾ എന്തായി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? നിങ്ങൾ എന്താ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്? അപ്പൊ ആ സമയത്ത് ഇവർ പറഞ്ഞു, റമദാൻ, ഞങ്ങൾ റമദാനിനെ കുറിച്ചുള്ള ചർച്ചയിലാണ്, റമദാൻ മാസത്തെ കുറിച്ചാണ് ഞങ്ങൾ സംസാരിക്കുന്നത്. അപ്പൊ അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ എൻ്റെ അടുത്ത് വന്നിട്ടൊന്ന് എന്നെ ഒന്ന് എഴുന്നേൽപ്പിച്ചിരുത്താൻ പറഞ്ഞു. അദ്ദേഹത്തെ എഴുന്നേൽപ്പിച്ചിരുത്തി. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, ഇന്നി സമിഅതു റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. എന്താ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്? പ്രവാചകൻ പറഞ്ഞു, തുഫ്തഹു ഫീഹി അബ്വാബുൽ ജന്ന, തുഫ്തഹു ഫീഹി അബ്വാബുൽ ജന്ന, റമദാൻ മാസം സമാഗതമായാൽ സ്വർഗ്ഗത്തിന്റെ കവാടം മലർക്ക തുറക്കുമെന്നുള്ളതാണ്. ഞാൻ ഈ ഹദീദ് പറയുമ്പോൾ എനിക്കറിയാം, ഇതെല്ലാവർക്കും അറിയുന്ന ഹദീദാണ്. സ്വർഗത്തിന്റെ കവാടങ്ങൾ മലർക്ക തുറക്കുന്ന മാസമാണ് റമദാൻ മാസമെന്ന് അറിയാത്ത ആരും ഈ കൂട്ടത്തിലില്ല. എന്നാൽ അത് അള്ളാഹു റമദാനിൽ നമുക്ക് നൽകുന്ന ഒരു ബറക്കത്താണ് എന്ന് മനസ്സിലാക്കി എത്ര ആൾക്കാരുണ്ട്? അത് അള്ളാഹു തന്നൊരു ബറക്കത്താണ്. സ്വർഗ കവാടം തുറന്നു തരിക എന്നുള്ളത് റബ്ബ് റമദാനിലൂടെ നമുക്ക് നൽകുന്ന ഒരു ബറക്കത്താണ്. എന്തുകൊണ്ടാണ് അതൊരു ബറക്കത്താണെന്ന് പറയാൻ കാരണം? നോക്കൂ, നിങ്ങൾ ഒരു കടയുടെ ഷട്ടർ തുറന്നു വിചാരിക്കുക. അതിന്റെ അർത്ഥം എന്താ? ഏതെങ്കിലും ഒരു ജ്വല്ലറി ആകട്ടെ, ഒരു സൂപ്പർ മാർക്കറ്റ് ആകട്ടെ, എന്താകട്ടെ, അതിന്റെ ഷട്ടർ അവിടെ തുറന്നു വെച്ചു. അതിന്റെ അർത്ഥം എന്താ? അതിൻ്റെ ഉള്ളിലേക്ക് വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? പ്രവേശിക്കാം. റോഡിലൂടെ പോകുന്ന ആളുകൾക്ക് അവർക്ക് ആവശ്യം ഉണ്ടെങ്കിൽ അതിനുള്ളിൽ കയറാം, അല്ലേ? അപ്പൊ റബ്ബ് സുബ്ഹാനഹു വ തആല സ്വർഗത്തിന്റെ വാതിൽ ഇവിടെ തുറന്നു വെക്കുന്നുണ്ട് റമദാനിൽ. അതെന്തിനായി പറയുന്നത്? വിശ്വാസികളെ, നിങ്ങൾ ആഗ്രഹിക്കുന്നത് സ്വർഗമാണ് എങ്കിൽ ഇതാ സ്വർഗത്തിന്റെ വാതിൽ ഇവിടെ തുറന്നു വെച്ചിരിക്കുകയാണ്. അത് ഞാൻ നിങ്ങൾക്ക് നൽകുന്ന ഒരു ബറക്കത്താണ്, നിഅമത്താണ്. വേണമെങ്കിൽ ഇതിൽ കയറിക്കൂടി.
ഈ മാസത്തെ ഉപയോഗപ്പെടുത്തി ഈ മാസത്തെ നന്മകൾ ചെയ്തുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്തോളൂ? നിങ്ങൾ ഈ സ്വർഗത്തിലേക്ക് പ്രവേശിച്ചോളൂ. റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് ചെയ്തു തരുന്ന ഒരു വലിയ ബറക്കത്താണത്. സ്വർഗത്തിന്റെ കവാടം റബ്ബ് തുറന്നു തരാം. ഹദീസിന്റെ മറുഭാഗത്ത് നരകത്തിന്റെ കവാടം കൊട്ടിയാണ്. ഇൻഷാ അല്ലാഹ് വേറെ ഞാൻ വിശദീകരിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ തിന്മയിലേക്കുള്ള വഴികൾ അള്ളാഹു ഇല്ലാതെയാക്കി നന്മയുടെ വഴികളിലൂടെ സഞ്ചരിച്ച് മനുഷ്യന്റെ ആഗ്രഹമായ സ്വർഗം നേടിയെടുക്കാൻ റമദാനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് അവസരം നൽകുന്നു എന്നുള്ളത് റമദാനിന്റെ രണ്ടാമത്തെ ബറക്കത്താണ്. റമദാന്റെ മൂന്നാമത്തെ ബറക്കത്ത് എന്താ അറിയോ? ഈ സദസ്സിലിരിക്കുന്ന നമ്മളെല്ലാവരും മനുഷ്യരായ നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഒരുപാട് അബദ്ധങ്ങൾ, ഒരുപാട് തെറ്റുകൾ സംഭവിച്ചിട്ടുണ്ടാകും. അറിഞ്ഞു ചെയ്തത്, അറിയാതെ ചെയ്തത്, ഒറ്റക്ക് ചെയ്തത്, കൂട്ടമായി ചെയ്ത് പല തെറ്റുകളും ഉണ്ടാവും അല്ലേ? ഒരുപാട് തെറ്റുകൾ ചെയ്ത മനുഷ്യന്മാരുണ്ടാവും. ആ തെറ്റുകളിൽ വേദനിക്കുന്ന ആൾക്കാരുണ്ടാവും. ആ തെറ്റുകളിൽ പശ്ചാത്തപിക്കുന്ന മനുഷ്യന്മാരുണ്ടാവും. പല ആളുകളും. ഇപ്പൊ ഞാൻ സൗദി അറേബ്യയിൽ കുറെ കാലം ജോലി ചെയ്താണ്. ആ സമയത്ത് പലപ്പോഴും ജയിലിൽ പോകാൻ പറ്റാറുണ്ട്. ജയിലുകളിൽ അവിടെയുള്ള ആളുകളുമായി സംസാരിക്കാനൊക്കെ അവസരം ഉണ്ടാകാറുണ്ട്. പല സഹോദരങ്ങളും അവര് നമ്മുടെയൊക്കെ മുന്നിൽ വന്നിരുന്ന് കരഞ്ഞ് സംസാരിക്കും. അവർ കണ്ണുനീര് അവരുടെ ജീവിതത്തിൽ സംഭവിച്ച അബദ്ധങ്ങളെക്കുറിച്ച്, തെറ്റുകളെക്കുറിച്ച് അവരിങ്ങനെ പറയാറുണ്ട്. കൊലപാതകം നടത്തിയ ആൾക്കാരുണ്ട്. ഒരുപക്ഷെ അവർക്ക് ആ ജയിലിൽ നിന്നൊരു മടക്കുണ്ടാകൂല. ആ ജയിലിൽ നിന്ന് അവർക്ക് മടങ്ങി അവരുടെ നാട്ടിലേക്ക് വരാനുള്ള സാധ്യതകൾ വളരെ കുറവാണ്. ഇപ്പൊ ഈ അടുത്ത് ഞാൻ അറ്റൻഡ് ചെയ്തൊരു കേസിലെ ശിക്ഷ നടപ്പിലാക്കിയത് ഈ അടുത്ത കാലത്താണ്. ഞാൻ അതിൻ്റെ തുടക്ക കാലഘട്ടങ്ങളിൽ അതിൻ്റെ കേസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഞാൻ അറ്റൻഡ് ചെയ്തിരുന്നത്. ഒരു മലയാളിയായ സഹോദരനെ അടിച്ചു കൊന്ന കേസിൽ സൗദികളടക്കം, മലയാളികളും സൗദികളും അടക്കമുള്ള ആളുകളുണ്ടായിരുന്നു. ധാരാളം പ്രതികൾ. അതിൽ അധിക ആളുകളെ എന്ത് ചെയ്തു? പിന്നെ അവരുടെ തലവെട്ടാൻ വിധിച്ചു. ആ വധശിക്ഷ നടപ്പിലാക്കി. ഇങ്ങനെയുള്ള നൂറുകണക്കിന് മനുഷ്യന്മാർ ലോകത്തുണ്ട്. ചെയ്ത തെറ്റുകളെ കുറിച്ച് ആവലാതി പറയുന്ന, വേവലാതിപ്പെടുന്ന, അല്ലെങ്കിൽ എനിക്കൊന്ന് നന്നാകണമെന്ന് ആഗ്രഹിച്ചിട്ട് അതിന് കഴിയാത്ത കുറെ മനുഷ്യന്മാരുണ്ട് അല്ലെ? നമ്മളും അങ്ങനെയാണ്. നമ്മുടെ ജീവിതത്തിൽ നന്നാകണം നമ്മൾ പല ഇതിലും ആഗ്രഹിക്കുന്നുണ്ട്. നമ്മളൊന്നും വലിയ തെറ്റുകളൊന്നും ചെയ്യുന്ന ആൾക്കാർ അല്ലാഹു നന്മയിൽ നിലനിർത്തുമാറാകട്ടെ. ഞാൻ പറയുന്നത് നമ്മുടെയൊക്കെ ജീവിതത്തിൽ പലതവണ നമ്മൾ ആഗ്രഹിച്ച കാര്യമാണ് നന്നാകണം എന്നുള്ളത്. എന്നാൽ സഹോദരങ്ങളെ, വിശുദ്ധ റമദാൻ കടന്നു വരുമ്പോൾ നമ്മുടെ ആഗ്രഹം സഫലീകരിക്കപ്പെടാറില്ലേ? നമ്മൾ വിചാരിക്കുന്നത് പോലെ, നമ്മൾ ആഗ്രഹിക്കുന്നത് പോലെ ഒരു നന്മയിൽ ജീവിക്കാൻ നമുക്ക് സാധിക്കാറില്ല. എന്തുകൊണ്ടാണത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞു, റമദാൻ സമാഗതമായാൽ സുഫിദത്തി ശയാത്തീൻ, പിശാചിനെ ബന്ധിക്കുന്നതാണ്. അത് റമദാന്റെ ബറക്കത്താണ്. അല്ലാഹു എനിക്കും നിങ്ങൾക്കും ചെയ്തു തരുന്ന അനുഗ്രഹമാണ്. നമ്മളെ തെറ്റിലേക്ക് കൊണ്ടുപോകുന്ന പിശാചിനെ അല്ലാഹു ബന്ധിക്കുന്നു. ആരാ പിശാചി? അയ്യുഹന്നാസ്, മനുഷ്യരെ വിളിച്ച് അല്ലാഹു പറഞ്ഞു, കുലൂ മിമ്മാ ഫിൽ അർളി ഹലാലൻ ത്വയ്യിബ വലാ തത്തബിഉ ഖുതുവാതി ശൈത്വാൻ ഇന്നഹു ലക്കും അദുവ്വൻ മുബീൻ. അവൻ നിങ്ങളുടെ വ്യക്തമായ ശത്രുവാണ്. മനുഷ്യരെ വിളിച്ച് അല്ലാഹു പറഞ്ഞ വാചക, മനുഷ്യന്മാരെ നല്ലത് കഴിച്ചോളൂ, ഹലാലും ത്വയ്യിബുമായത് ഭക്ഷിക്കണം. വർത്തമാന കാലഘട്ടത്തിൽ മനുഷ്യന്മാര് നല്ലോണം പഠിക്കേണ്ട ഒരു കാര്യം, ഹലാലായതും ത്വയ്യിബായതും മാത്രമേ കഴിക്കാൻ പാടുള്ളൂ അല്ലേ? എന്തുകൊണ്ടത് പറയേണ്ടി വരുന്നത്? ഇന്ന് പല രീതിയിലാണ് ആളുകൾ എന്ത് ചെയ്യുന്നത്? പല രീതിയിൽ ആളുകൾ പണം സമ്പാദിച്ചു കൊണ്ടിരിക്കുന്നത്. ഞാൻ ഇന്നലെ പാണ്ടിക്കാട് അവിടെ റഹ്ല റമദാൻ പ്രോഗ്രാമിന് പോയപ്പോൾ ഒരു സഹോദരൻ അദ്ദേഹം എന്നെ അടുത്ത് വിളിച്ചു, ചേർത്ത് പിടിച്ചു പറഞ്ഞു, മൗലവി നിങ്ങൾ സംസാരത്തിൽ പലിശനെ കുറിച്ചൊന്ന് പറയണം കേട്ടോ, അപ്പോൾ ഞാൻ ചോദിച്ചു, ഒരു അഹ്ല റമദാൻ ക്യാമ്പിന് വന്നപ്പോൾ സാധാരണ നോമ്പിനെ കുറിച്ചും അതിൻ്റെ മഹത്വങ്ങളെ കുറിച്ചൊക്കെ പറയേണ്ടത്, അപ്പം എന്താ പലിശനെ കുറിച്ച് പറയാനുള്ള കാരണം എന്താ? നമ്മൾ വിചാരിക്കാത്ത ആളുകൾ പോലും പലിശയുമായി ബന്ധപ്പെടുന്നവരാണെന്നാണ്. നോക്കൂ നിങ്ങൾ, പലിശയുടെ ഗൗരവം ആളുകൾ മനസ്സിലാക്കിയിട്ടില്ല. അതൊരു ഹറാമായ സമ്പാദ്യ രീതിയാണ് എന്ന് ആളുകൾക്ക് അറിയില്ല, അല്ലെങ്കിൽ പഠിച്ചിട്ടില്ല, അല്ലെങ്കിൽ പഠിച്ചിട്ടും അവർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അള്ളാന്റെ പ്രയോഗം എന്താ? ഹലാലും ത്വയ്യിബുമായ. എന്തൊരു സുന്ദരമായ പ്രയോഗം. ഞാൻ സാധാരണ ക്ലാസ് എടുക്കുമ്പോൾ അത് പറയാറുണ്ട്. അപ്പൊ ഞാൻ എൻ്റെ വീട്ടിൽ വാഴ നട്ടു എന്ന് വിചാരിച്ചു, വാഴ നട്ടു എന്ന് വിചാരിക്കും. ആ വാഴ വളർന്നു വലുതായി, അതിൽ പഴമുണ്ടായി. അപ്പൊ ഞാനാണ് നട്ടത്, ഞാനാ വെള്ളം ഒഴിച്ചത്, അല്ലെങ്കിൽ എൻ്റെ മക്കളാ വെള്ളം ഒഴിച്ചത്. അങ്ങനെ അത് വളർന്നു വലുതായി, അതിൽ വാഴപ്പഴമുണ്ടായാൽ അതെന്നെ സംബന്ധിച്ചിടത്തോളം ഹലാലുമാണ് ത്വയ്യിബുമാണ്. എന്നാൽ ഞാൻ നട്ട വാഴയുടെ സമീപത്തുകൂടെ ഈ സദസ്സിൽ വേറെ ഏതെങ്കിലും ഒരാൾ നടന്നു പോകുന്നുണ്ട്. അയാൾ ആ വാഴപ്പഴം ഇങ്ങനെ കണ്ടപ്പോൾ അയാൾക്കത് ത്വയ്യിബാണ്, പക്ഷെ ഹലാലല്ല. അയാൾക്ക് ത്വയ്യിബാണ്, ഹലാലല്ല. രണ്ട് കണ്ടീഷൻ ഉണ്ട്. ഒരാൾ ഭക്ഷണം കഴിക്കണമെങ്കിൽ, ഉള്ളിലേക്ക് വയറ്റിലേക്ക് എന്തെങ്കിലും ചെല്ലണമെങ്കിൽ ഹലാലുമാകണം, ത്വയ്യിബുമാകണം. അപ്പൊ അയാൾക്ക് ഹലാലല്ല, ത്വയ്യിബാണ്. എന്നാൽ ഞാനൊരു ദിവസം പോയി നോക്കുമ്പോൾ അതിലെ ആ പഴമൊക്കെ ചീഞ്ഞിട്ടുണ്ട്.
എനിക്ക് ഹലാലാണ്, പക്ഷെ എന്തല്ല, ത്വയ്യിബല്ല. എന്തൊരു രസമുള്ള പ്രയോഗമാണത്. അപ്പൊ നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ നമ്മുടെ സമ്പാദ്യം ഹലാലും ത്വയ്യിബുമാണോ എന്ന് എന്ത് ചെയ്യണം, പരിശോധിക്കണം. എന്നിട്ട് അല്ലാഹ് പറഞ്ഞു, വലാ തത്തബിഉ ഖുതുവാതി ശൈത്താൻ, പിശാചിന്റെ കാലടികളെ നിങ്ങൾ പിന്തുടരാൻ പാടില്ല. ഇന്നഹു ലക്കും അദുവ്വൻ മുബീൻ, അവൻ നിങ്ങളുടെ വ്യക്തമായ ശത്രുവാണ്. ആ പിശാചിനെ, നമ്മുടെ ശത്രുവാണ് എന്ന് അള്ളാഹു പരിചയപ്പെടുത്തിയ പിശാചിനെ ബന്ധിക്കുന്ന മാസത്തിലേക്കാണ് നമ്മൾ പ്രവേശിക്കാൻ പോകുന്നത്. അങ്ങനെ ആലോചിക്കണം നമ്മൾ. ഏതാ പിശാച്? അല്ലാഹ് പറഞ്ഞില്ലേ, അള്ളാഹുവിനോട് പിശാച് പറഞ്ഞ വാചകം എന്താ? ഖാല ഫബിമാ അഗ്വൈതനി ലഅഖുദന്ന ലഹും സിറാത്തക്കൽ മുസ്തഖീം. പിശാചിന് ആവശ്യം നമ്മളെയാണ് സഹോദരങ്ങളെ. ശരിയായ വിശ്വാസമുള്ള ആളുകളെയാണ് പിശാച് വഴിതെറ്റിക്കാൻ ശ്രമിക്കുക. തൗഹീദുള്ള ആളുകളെയാണ് പിശാച് വഴിതെറ്റിക്കാൻ ശ്രമിക്കുക. മദ്യഷാപ്പിന്റെ മുന്നിൽ, വേശ്യാലയത്തിന്റെ മുമ്പിൽ പിശാചിന് പോയി ക്യൂ നിൽക്കേണ്ട ആവശ്യമില്ല. അവിടെയുള്ള മനുഷ്യന്മാരെ തെറ്റിക്കേണ്ട ആവശ്യമൊന്നും ഉണ്ടാവില്ല. അവർ ഓൾറെഡി തിന്മ ചെയ്യുന്ന ആൾക്കാരാണ്. എന്നാൽ ഇന്ന് ഈ ക്ലാസിനെ കുറിച്ചുള്ള അറിയിപ്പുകൾ നമ്മുടെ ഗ്രൂപ്പിലേക്ക് വന്നപ്പോൾ ഇതിലേക്കുള്ള വഴിവക്കുകളിൽ പിശാച് ഉണ്ടായിരുന്നു അല്ലെ? അതിലേക്ക് വരണമെന്ന് മനസ്സ് മന്ത്രിച്ചപ്പോൾ പോകരുത് എന്ന് പറയാൻ പൈശാചികമായ പ്രേരണകൾ ഉണ്ടായിട്ടുണ്ട്. അതാണ് പിശാചിന്റെ പണി. സിറാത്തുൽ മുസ്തഖീമിലൂടെ ആളുകൾ സഞ്ചരിക്കുമ്പോൾ അവരെ വഴിതെറ്റിക്കുന്നതാണ്. അവരുടെ മുന്നിലൂടെ, അവരുടെ പിന്നിലൂടെ, അവരുടെ പിറകുവശത്തിലൂടെ, എല്ലാ സ്ഥലത്തിലൂടെ അവരിലേക്ക് സമീപിക്കും, എന്നിട്ട് അവരെ വഴിതെറ്റിക്കുന്നതാണ്. അങ്ങനെയുള്ള പിശാചിനെ അള്ളാഹു ബന്ധിക്കുന്ന മാസമാണ് ഏത് മാസം? റമദാൻ മാസം. അത് റമദാനിന്റെ ബറക്കത്താണ് എന്ന് എന്ത് ചെയ്യണം, നമ്മൾ പ്രത്യേകം മനസ്സിലാക്കണം. നാലാമത്തെ കാര്യം, നമ്മുടെ പാപങ്ങൾ അള്ളാഹു റമദാനിലൂടെ പുറത്തു തരും. അതാണ് റമദാന്റെ മറ്റൊരു ബറക്കത്ത്. മറ്റൊരു ബർക്കത്ത് എന്ന് പറഞ്ഞാൽ എന്താ? നമ്മുടെ പാപങ്ങൾ പൊറുക്കപ്പെടുന്ന മാസമാണ്. ഇത് മനസ്സിലാക്കിയിട്ടില്ലെങ്കിൽ പ്രശ്നം എന്താ അറിയോ സഹോദരങ്ങൾ? നമ്മുടെ പാപങ്ങൾ കഴുകിക്കളയാതെയാണ് നമ്മൾ മരിച്ചു പോകുന്നത് എങ്കിൽ എന്തായിരിക്കും അവസ്ഥ? അതോടൊപ്പം നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു പോയിന്റ് എന്താ അറിയോ? നമുക്ക് മാപ്പ് നൽകുന്ന റബ്ബാണ് നമ്മുടെ കൂടെ ഉള്ളത്. അള്ളാഹുവിന്റെ പ്രത്യേകതയാണ്, അവൻ ഗഫൂറാണ്, അവൻ മാപ്പ് നൽകുന്നവനാണ്, പുറത്തു തരുന്നവനാണ് എന്നുള്ളതാണ്. അങ്ങനെ നമ്മൾ മനസ്സിലാക്കിയാൽ ആത്മാർത്ഥമായിട്ട് എന്ത് ചെയ്യും? നമ്മൾ അള്ളാഹുവിലേക്ക് ഖേദിച്ചു മടങ്ങും. ബനു ഇസ്രായേൽപ്പെട്ട രണ്ടാൾക്കാരുടെ ചരിത്രം പറയുന്നുണ്ട്. ഇമാം ബുഖാരിയൊക്കെ ഉദ്ധരിക്കുന്ന ഹദീസിൽ ചരിത്രം പറയുന്നുണ്ട്. രണ്ടാളുകൾ, അവർ രണ്ടുപേരും നല്ല സുഹൃത്തുക്കളാണ്, രണ്ട് നല്ല കൂട്ടുകാരാണ്. അതിലൊരാളുടെ പ്രത്യേകത, ഒരാള് ആരാധനകളിൽ മുജ്തഹിദാണ്. ആരാധനകൾ ഭയങ്കരമായിട്ട് നല്ലോണം ആരാധന ചെയ്യുന്ന മനുഷ്യനാണ്, നല്ല ഇബാദത്ത് ചെയ്യുന്ന ആളാണ്. രണ്ടാമത്തെ ആൾ ഒരു ആസിയാണ്, പാപം ചെയ്യുന്ന മനുഷ്യനാണ്. മുദ്നിബ്, പാപങ്ങളൊക്കെ ചെയ്യുന്ന, തെറ്റുകളൊക്കെ ചെയ്യുന്ന മനുഷ്യനാണ്. പക്ഷേ അവർ രണ്ടുപേരും നല്ല കൂട്ടുകാരാണ്, നല്ല സഹോദരങ്ങളാണ്. അപ്പൊ ഈ തെറ്റ് ചെയ്യുന്ന മനുഷ്യരോട് എപ്പോഴും ഈ നല്ല മനുഷ്യൻ പറയും, സഹോദര തെറ്റ് ചെയ്യരുത്, അഖ്സിർ, തെറ്റുകളൊക്കെ കുറക്കണം, ഒന്ന് നന്നായി ജീവിക്കണം എന്നിങ്ങനെ നിരന്തരം ഉപദേശിച്ചു കൊണ്ടിരിക്കും. പക്ഷെ അയാൾക്ക് മാറ്റല്ല, അയാൾ മാറുന്നില്ല. ഒരു ദിവസം ഇയാൾ എന്തോ ഒരു തെറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ആ കൂട്ടുകാരൻ വന്ന് പറഞ്ഞു, എൻ്റെ പ്രിയപ്പെട്ട പൊന്നാര ചങ്ങായി, തെറ്റൊന്ന് നിർത്തിക്കൂടെ നിനക്ക്? ഞാൻ എത്ര തവണയായി നിന്നോട് പറയുന്നു. ഉടനെ ആ തെറ്റ് ചെയ്യുന്ന മനുഷ്യൻ തിരിഞ്ഞു ചോദിച്ചൊരു ചോദ്യമുണ്ട്, നിന്നെ എൻ്റെ കാര്യം നോക്കാൻ പടച്ചവനെ ഏൽപ്പിച്ചിട്ടില്ലല്ലോ. ഒരു റാഖീബായി, ഒരു റഖീബായി എൻ്റെ കാര്യങ്ങൾ നോക്കാൻ അള്ളാഹു നിന്നെ ഏൽപ്പിച്ചോ? ഖല്ലീനി, നീ എന്നെ ഒഴിവാക്കി, എന്നെ വിടൂ, എൻ്റെ കാര്യം എന്നിലേക്ക് വിടല്, ഞാനും റബ്ബും നോക്കിക്കോളാം എന്നൊരു പ്രയോഗമാണ് ആര് നടത്തി? ആ തെറ്റ് ചെയ്യുന്ന മനുഷ്യൻ നടത്തിയത്. അത് കേട്ടപ്പോൾ നല്ല മനുഷ്യന് ദേഷ്യം പിടിച്ചു. അയാൾ പറഞ്ഞു, വല്ലാഹി അള്ളാഹുവാണ് സത്യം, നിനക്ക് പടച്ചവൻ ഒരിക്കലും പുറത്തു തരൂല, അള്ളാഹു ഒരിക്കലും പുറത്തു തരൂല. അത് മാത്രമല്ല, അള്ളാഹു ഒരിക്കലും നിന്നെ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കില്ല എന്ന് പറഞ്ഞു. ഹദീസിന്റെ അവസാന ഭാഗം നമ്മൾ വായിക്കുമ്പോൾ അവരുടെ രണ്ടുപേരുടെയും അർവാഹുകൾ, അവരുടെ റൂഹ് എന്ത് ചെയ്തു? പടച്ചവനെ ഏറ്റെടുത്തു. അഥവാ അവരുടെ മരണത്തിന്റെ സമയത്ത് അവർ മരിച്ചു. എന്നിട്ട് അവർ അള്ളാഹു പരലോകത്ത് വിചാരണക്ക് കൊണ്ടുവരുന്നുണ്ട്. വിചാരണക്ക് കൊണ്ടുവരുന്ന സമയത്ത് അള്ളാഹുവിന്റെ ചോദ്യം എന്താ അറിയാം? നല്ല മനുഷ്യനോട് അയാൾ എന്താ പറഞ്ഞത്? അള്ളാഹു ഒരിക്കലും പുറത്തു തരൂല, നീ സ്വർഗത്തിൽ പ്രവേശിക്കില്ല എന്ന്. പടച്ചവൻ ചോദിച്ചു, എന്റെ കാര്യം പറയാൻ നിന്നാരാ ചുമതലപ്പെടുത്തിയത്? ഞാൻ പുറത്തു കൊടുക്കില്ല എന്ന് പറയാൻ നീ ആരാ? അയാളെ പടച്ചവൻ നരകത്ത് കിട്ടുന്ന ആ മുജ്തഹിദായിരുന്ന മനുഷ്യനെ അള്ളാഹു നരകത്തിലേക്ക് എറിഞ്ഞു. എന്തേ കാരണം? അയാൾ അള്ളാഹിനെ മനസ്സിലാക്കിയിട്ടില്ല, അയാൾ അള്ളാഹുവിനെ അറിഞ്ഞിട്ടില്ല, മറ്റേയാൾക്ക് അള്ളാഹു പുറത്തു കൊടുത്തു എന്നാണ്. ഞാൻ ഇത് പറഞ്ഞെന്തിനറിയോ? നമ്മളിത് മനസ്സിലാക്കി പോകുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിൽ അബദ്ധങ്ങൾ സംഭവിക്കും, മനുഷ്യന്മാരുടെ അബദ്ധങ്ങൾ വരും. അള്ളാഹു പറഞ്ഞത് അപ്രകാരമാണ്. അതിനർത്ഥം എന്താ? ഇങ്ങനെ തെറ്റ് ചെയ്യാൻ ഒരു തൗബ ചെയ്യുക, അതൊന്നല്ല അതിന്റെ അർത്ഥം. മനുഷ്യനാണെങ്കിൽ അബദ്ധങ്ങൾ സംഭവിച്ചാൽ എൻ്റെ റബ്ബ് എനിക്ക് പുറത്തു തരും, മാപ്പ് നൽകുമെന്ന ഒരു പ്രതീക്ഷ നമുക്കുണ്ടാകണം. ആ പ്രതീക്ഷയോടുകൂടെ എന്ത് ചെയ്യണം? റബ്ബിലേക്ക് നമ്മൾ അടുക്കണം.
റമദാൻ എന്ന് പറഞ്ഞാൽ എന്താ? നമ്മുടെ പാപങ്ങൾ കഴുകിക്കളയാനുള്ള, പാപങ്ങളിൽ നിന്ന് സുരക്ഷിതരാകാനുള്ള ഒരു അവസരമാണ്. ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്ന ഹദീസിൽ എന്താ? 5 നേരത്തെ നമസ്കാരം, ഓരോ നേരത്തെ നമസ്കാരവും അതിൻ്റെ രണ്ടിൻ്റെ ഇടയിലെയും പാപങ്ങൾക്കുള്ള പ്രായശ്ചിത്തമാണ്. സുബഹി നിസ്കരിച്ചു ഒരാൾ, ളുഹുർ നിസ്കരിച്ചു, അതിൻ്റെ രണ്ടിൻ്റെ ഇടയിൽ സംഭവിക്കുന്ന പാപങ്ങൾ നമുക്ക് പുറത്തു കൊടുക്കും. അങ്ങനെ 5 നേരത്തെ നമസ്കാരം. അതേപോലെ തന്നെ വൽ ജുമഅതു ഇലൽ ജുമഅ, ഒരു ജുമയിൽ പങ്കെടുത്തു, അടുത്ത ജുമയിലും പങ്കെടുത്തു, അപ്പൊ അതിൻ്റെ രണ്ടിൻ്റെയും ഇടയിലുള്ള പാപങ്ങൾ അല്ലാഹു പുറത്തു തരും. റമദാനു ഇലാ റമദാൻ, ഒരു റമദാനിൽ നോമ്പ് നോറ്റു, അടുത്ത റമദാനിൽ നോമ്പ് നോറ്റാലോ അതിൻ്റെ രണ്ടിൻ്റെയും ഇടയിലെ പാപങ്ങൾ അല്ലാഹു പുറത്തു കൊടുക്കുന്ന. ഏതാണ് ഈ പാപങ്ങൾ? വൻ പാപങ്ങളില്ല എങ്കിൽ, കബായിറുകളില്ല എങ്കിൽ, ചെറിയ പാപങ്ങളെ പുറത്തു തരാം. കബായിറുകൾ ഇമാം ദഹബി റഹ്മത്തുള്ളാഹി അലൈഹി അൽ കബായിർ എന്ന പേരിൽ ഗ്രന്ഥം എഴുതിയിട്ടുണ്ട്. അൽ കബായിർ, വൻ പാപങ്ങൾ. നമ്മൾ വായിക്കേണ്ട പുസ്തകമാണ്, മലയാളത്തിൽ ആ പുസ്തകം ലഭ്യമാണ്. നമ്മളിൽ പല ആൾക്കാരും വിചാരിക്കുന്ന, അല്ലെങ്കിൽ നമ്മളിൽ പല ആളുകളുടെയും ഇടയിലുള്ള പല തിന്മകളും വൻപാപങ്ങളാണ്. ഇമാം ദഹബി അതിൽ 70ഓളം വൻപാപങ്ങൾ എടുത്തുദ്ധരിക്കുന്നുണ്ട്. സാധാരണ നമ്മൾ വൻപാപം എന്ന് പറഞ്ഞ് എണ്ണിപ്പടിച്ചത് 7 എണ്ണമാണ്. എന്നാൽ 70ഓളം വൻപാപങ്ങൾ ഇമാം ദഹബി കൊണ്ടുവരുന്നുണ്ട്. അതിനേക്കാൾ 150ഓളം വൻപാപങ്ങൾ എണ്ണിപ്പറഞ്ഞ പണ്ഡിതന്മാരുണ്ട്. വൻപാപങ്ങൾ എന്ന് പറഞ്ഞാൽ അത് നമ്മളെ നരകത്തിലേക്ക് എത്തിക്കുന്ന കാര്യമാണ്. അത് തൗബ ചെയ്ത് മടങ്ങണം, നമ്മൾ ഒഴിവാക്കണം. നമ്മൾ ഞാൻ പറഞ്ഞെന്താ അറിയോ? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളെ പഠിപ്പിക്കുന്ന കാര്യമാണ്, വൻപാപങ്ങളല്ലാത്ത ചെറിയ ദോഷങ്ങളൊക്കെ എന്ത് ചെയ്യും? നോമ്പിലൂടെ കഴുകിക്കളയാൻ, ശുദ്ധരാകാൻ നമുക്ക് അവസരമുണ്ട് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുകയാണ്. എല്ലാ നോമ്പിനും നമ്മൾ കേൾക്കുന്ന ഹദീസ, മൻ സ്വാമ റമദാന ഈമാനൻ വഹ്തിസാബൻ ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി. അർത്ഥം പറയേണ്ട പോലും ആവശ്യമില്ല. മൻ ഖാമ റമദാന ഈമാനൻ വഹ്തിസാബൻ ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി. എല്ലാവർക്കും ഇത് കാണാതെ അറിയാം. അപ്പൊ നമ്മൾ മനസ്സിലാക്കുന്നത് അല്ലാഹു റമദാനിൽ നമുക്ക് നൽകുന്ന ഒരു ബറക്കത്താണ്, ഒരു അനുഗ്രഹമാണെന്ത്? നമ്മുടെ പാപങ്ങൾ കഴുകിക്കളയാൻ അല്ലാഹു നമുക്കൊരു അവസരം നൽകുന്നു. അതുകൊണ്ട് എന്തുവാണെന്ന് അറിയോ? ഇസ്തിഗ്ഫാറിനെ വർദ്ധിപ്പിക്കണം. സഹോദരങ്ങളെ, മനസ്സറിഞ്ഞ് അസ്തഗ്ഫിറുല്ലാഹ് എന്ന അല്ലാഹുവിലേക്ക് ഖേദിച്ചു മടങ്ങുന്ന ആൾക്കാരാകണം നമ്മൾ. നമ്മളൊന്ന് നമ്മോട് ചോദിച്ചു നോക്കും, നമ്മൾ ആത്മാർത്ഥമായി കൊണ്ട് ഇസ്തിഗ്ഫാർ നടത്താറുണ്ടോ? അല്ലാഹുവിലേക്ക് ഒഴിവ് കിട്ടുന്ന സമയങ്ങളിലൊക്കെ അസ്തഗ്ഫിറുല്ലാഹ് എന്ന് പറയുന്ന ആൾക്കാരാണ് നമ്മൾ. ഇമാം അഹ്മദ് ബിൻ ഹംബൽ റഹ്മത്തുള്ളാഹി അലൈഹിയുടെ ചരിത്രം വായിക്കുമ്പോൾ അദ്ദേഹം ഒരു യാത്ര നടത്തുന്നതിൻ്റെ ഇടയിൽ, ഒരു യാത്രക്കിടയിൽ അദ്ദേഹം വളരെ വൈകി അദ്ദേഹം ഒരു പള്ളിയിൽ കയറി. അവിടുന്ന് ജമാഅത്തെ പള്ളിയിൽ നിസ്കാരമൊക്കെ കഴിഞ്ഞു. അപ്പൊ അദ്ദേഹത്തിന് ഇനി മുന്നോട്ട് യാത്ര ചെയ്യാൻ പറ്റൂല, രാത്രിയാണ്. അദ്ദേഹത്തിന് ആരെയും പരിചയമില്ല, ആ പള്ളിയിലുള്ള മനുഷ്യന്മാർക്ക് ഇത് ഇമാം അഹ്മദ് ബിൻ ഹംബൽ എന്ന് അറിയുന്നില്ല. അപ്പൊ അദ്ദേഹം വിചാരിച്ചു ഇന്ന് ഇവിടെ ഈ പള്ളിയിൽ സ്റ്റേ ചെയ്യുക, ഇവിടെ താമസിക്കാം. നിസ്കാരമൊക്കെ കഴിഞ്ഞു, ആളുകളൊക്കെ പിരിഞ്ഞു പോയി. ഇമാം അഹ്മദ് ബിൻ ഹംബൽ റഹ്മത്തുള്ളാഹി അലൈഹി ആ പള്ളിയിൽ കടന്നു. അപ്പൊ പള്ളി നോക്കുന്ന മനുഷ്യൻ വന്നിട്ട് ചോദിച്ചു, നിങ്ങൾ എന്താ ഇവിടെ കിടക്കുന്നത്? ഇവിടെ കിടക്കാൻ പറ്റൂല. അദ്ദേഹം പറഞ്ഞു, ഞാൻ വഴിയാത്രക്കാരനാണ്. അതൊന്നും അയാൾ കേട്ടില്ല. അയാൾ ഇമാം അഹ്മദ് ബിൻ ഹംബലിനെ ആ പള്ളിയിൽ നിന്ന് പുറത്താക്കി, ഒരു വാതിലടച്ചു. അയാൾക്ക് അറിയില്ല ഇത് ഇമാം അഹ്മദ് ബിൻ ഹംബലാന്ന്. അദ്ദേഹം പറഞ്ഞതുമില്ല. ഒരുപക്ഷെ അദ്ദേഹം അത് പറഞ്ഞിരുന്നുവെങ്കിൽ ആ മനുഷ്യൻ അദ്ദേഹത്തിന്റെ വീട്ടിൽ കൊണ്ടുപോയി ഇമാം അഹ്മദ് ബിൻ ഹംബലിനെ സൽക്കരിക്കുമായിരുന്നു. അത്രയും പ്രസിദ്ധനാണ് ആര്? ഇമാം അഹ്മദ് ബിൻ ഹംബൽ റഹ്മത്തുള്ളാഹി അലൈഹി. പക്ഷെ അദ്ദേഹം മിണ്ടിയില്ല, അദ്ദേഹം ഇറങ്ങി നടന്നു. അദ്ദേഹം പള്ളിയിൽ നിന്ന് ഇറങ്ങി ഇങ്ങനെ നടക്കുമ്പോൾ ഒരു ചെറിയ വെളിച്ചം കണ്ടു എന്നാണ്. ആ വെളിച്ചം കണ്ട സ്ഥലത്തേക്ക് അദ്ദേഹം ചെന്നപ്പോൾ ഒരു ഹുബ്സിന്റെ, ഒരു റൊട്ടിയുടെ കടയാണ്, റൊട്ടിന്റെ കടയാണ്. ചില കവിതകളിലൊക്കെ അതിന്റെ ഭാഗങ്ങൾ വളരെ സുന്ദരമായി കൊണ്ട് പ്രയോഗിച്ചിട്ടുണ്ട്. ആ റൊട്ടിയുടെ കടയിലേക്ക് അയാൾ നോക്കുമ്പോൾ, ഇമാം അഹ്മദ് ബിൻ ഹംബൽ നോക്കുമ്പോൾ അവിടെ ഒരു മനുഷ്യന് അയാൾ ഇങ്ങനെ മാവ് എടുത്തിട്ട് ഇങ്ങനെ റൗണ്ടാക്കുന്ന രംഗമാണ് അദ്ദേഹം കാണുന്നത്. കവിതകളിലൊക്കെ ചന്ദ്രനെ പോലെ വളരെ ഒരു കയ്യിൽ ഇങ്ങനെ കുഴച്ചെടുത്ത് മറുകൈയിൽ എത്തുമ്പോഴേക്ക് അത് ചന്ദ്രനെ പോലെ എന്ത് ചെയ്യും, നല്ല റൗണ്ട് രൂപത്തിലാകും എന്നൊക്കെ പറഞ്ഞ് കവിതയിൽ വിശദീകരിക്കുന്നുണ്ട്. അപ്പൊ ഇമാം അഹ്മദ് ബിൻ ഹംബൽ ഇങ്ങനെ കൗതുകത്തിൽ നോക്കുകയാണ്. അപ്പൊ ഇത് ചെയ്യുന്നതിന്റെ ഇടയിലൊക്കെ ഇയാൾ എന്ത് പറയുന്നുണ്ട്? അസ്തഗ്ഫിറുല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അസ്തഗ്ഫിർ. ഇയാൾ ഇങ്ങനെ പറഞ്ഞത് ചെയ്യണത്. അപ്പൊ ഇമാം അഹ്മദ് ബിൻ ഹംബൽ അങ്ങോട്ട് ചെന്നു, അദ്ദേഹം സലാം പറഞ്ഞു, പരിചയപ്പെട്ടു. ആദ്യം തന്നെ ചോദ്യം എന്താ, നിങ്ങൾ ഈ അസ്തഗ്ഫിറുല്ലാഹ് എന്ന നിങ്ങൾ ഈ ഇസ്തിഗ്ഫാർ നിങ്ങൾ ഇങ്ങനെ വർദ്ധിപ്പിക്കുന്നുണ്ട്, അതുകൊണ്ട് എന്താ നിങ്ങളെ ജീവിതത്തിൽ നിങ്ങൾക്കുള്ള നേട്ടം എന്താ? അതുകൊണ്ട് നിങ്ങൾക്കുള്ള ഫായിദ എന്താണ്? പ്രയോഗം എന്താണ്? പ്രയോജനം എന്താണ്? ആ മനുഷ്യ കൊടുത്തൊരു മറുപടി ഉണ്ട്. അദ്ദേഹം പറഞ്ഞു, അയാൾക്കും അറിയില്ല ഇത് ഇമാം അഹ്മദ് ബിൻ ഹംബൽ എന്ന് അറിയില്ല. അയാൾ പറഞ്ഞ മറുപടി ഉണ്ട്. അയാൾ പറഞ്ഞു, ഞാൻ അള്ളാഹുവിനോട് എന്ത് ചോദിച്ചാലും പടച്ചോനിക്ക് നൽകാറുണ്ട്. അള്ളാഹുവിനോട് ഞാൻ എന്ത് പ്രാർത്ഥിച്ചാലും പടച്ചോനിക്ക് നൽകും. അത് ഈ ഇസ്തിഗ്ഫാറിന്റെ മഹത്വമാണ്. ഞാൻ ഈ അസ്തഗ്ഫിറുല്ലാഹ് എന്ന് പറയുന്നത് പതിവാക്കിയത് മുതൽ റബ്ബിനോട് ഞാൻ എന്ത് ചോദിച്ചാലും റബ്ബ് എനിക്ക് നൽകാറുണ്ട്. ഹലാലായ കാര്യങ്ങളൊക്കെ പടച്ചു നൽകാറുണ്ട്. സഹോദരൻ, ഇത് നമുക്കുള്ളൊരു പാഠമാണ്.
നമ്മുടെ ജീവിതത്തിൽ ഇസ്തിഗ്ഫാറിനെ വർദ്ധിപ്പിക്കുക, സ്വലാത്തിനെ വർദ്ധിപ്പിക്കുക. ഇതൊക്കെ നമ്മൾ ചെയ്താൽ നമ്മുടെ ജീവിതത്തിൽ മാറ്റം വരും, സംശയമില്ല. നമ്മുടെ ജീവിതം ശുദ്ധീകരിക്കപ്പെടും. ഇത് പറഞ്ഞ മനുഷ്യനൊരു വാചകം ഇമാം അഹ്മദ് ബിൻ ഹംബലിനോട് പറയുന്നുണ്ട്. അദ്ദേഹത്തോട് പറഞ്ഞു, ഞാൻ എന്ത് ചോദിച്ചാലും പഠിച്ച് എനിക്ക് നൽകാറ്, പക്ഷെ ഞാൻ ഒരു കാര്യം അള്ളാഹുവിനോട് ചോദിച്ചിട്ട് ഇതുവരെ എനിക്ക് കിട്ടിയിട്ടില്ല. ഒരു പക്ഷെ കിട്ടും, കിട്ടാതിരിക്കൂല. അപ്പൊ ഇമാം അഹ്മദ് ബിൻ ഹംബൽ ചോദിച്ചു, എന്താണ് ആ ഒരു കാര്യം? എന്താ നിങ്ങൾ പ്രാർത്ഥിച്ചിട്ട് കിട്ടാത്ത കാര്യം എന്താ? അപ്പൊ അദ്ദേഹം പറഞ്ഞു, ഞാൻ അള്ളാഹുവിനോട് എപ്പോഴും പ്രാർത്ഥിക്കും, അള്ളാഹുവേ ഈ കാലഘട്ടത്തിലെ മഹാപണ്ഡിതനായ ഇമാം അഹ്മദ് ബിൻ ഹംബൽ റഹ്മത്തുള്ളാഹി അലൈഹിയെ എനിക്കൊന്ന് നേരിട്ട് കാണണം എന്ന് ഞാൻ പ്രാർത്ഥിക്കാറുണ്ട്. സഹോദരങ്ങളെ, ആലോചിച്ച് നോക്കൂ നിങ്ങൾ. ഇമാം അഹ്മദ് ബിൻ ഹംബൽ റഹ്മത്തുള്ളാഹി അലൈഹി ആ മനുഷ്യൻ അപ്പം കൊടുത്തൊരു മറുപടി ഉണ്ട്. എന്താ അറിയോ? പള്ളിയിൽ ഉറങ്ങാൻ പോയ മനുഷ്യനെ, പള്ളിയിൽ ഉറങ്ങാൻ കിടന്ന മനുഷ്യൻ അവിടെ നാട്ടി പുറത്താക്കിയത് എന്തിനാ? അള്ളാഹു ഒരു പ്രാർത്ഥനയ്ക്ക് ഇജാബത്ത് കൊടുക്കാനാ, അല്ലേ? ആ പള്ളിയിൽ കിടക്കുന്ന മനുഷ്യനെ അവിടുന്ന് ഇമാമ് വന്ന് ആട്ടി പുറത്താക്കിയതാ. അതെന്തിനാണ്? ഈ മനുഷ്യന്റെ പ്രാർത്ഥനക്കുള്ള ഇജാബത്താണത്. ഇമാം അഹ്മദ് ബിൻ ഹംബൽ അദ്ദേഹത്തോട് പറഞ്ഞു, ഞാനാണ് ഇമാം അഹ്മദ്, ഞാനാണ് ഇമാം അഹ്മദ്. സഹോദരങ്ങൾ, ഇതാണ് പ്രാർത്ഥനയുടെ മഹത്വം, ഇതാണ് ഇസ്തിഗ്ഫാറിന്റെ മഹത്വം, ഇതാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ വരാൻ പോകുന്ന റമദാൻ വരെ നമ്മൾ കാത്തിരിക്കേണ്ട ആവശ്യം. ഒഴിവ് കിട്ടുന്ന സമയങ്ങളൊക്കെ എന്ത് ചെയ്യണം? ഇസ്തിഗ്ഫാർ വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കണം. അള്ളാഹുവിനോട് നിരന്തരം നമ്മൾ എന്ത് ചെയ്യണം? ഇസ്തിഗ്ഫാർ വർദ്ധിപ്പിക്കണം. അതുകൊണ്ട് തന്നെ റമദാൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ പാപങ്ങളൊക്കെ കഴുകിക്കളഞ്ഞൊരു നല്ല മനസ്സിന്റെ ഉടമകളായി ജീവിക്കാൻ പറ്റുന്ന അവസ്ഥ ഉണ്ടാകണം. ഒരു പരിശുദ്ധ ഹൃദയത്തിന്റെ ഉടമകളായി ജീവിക്കാൻ പറ്റണം. അതാണ് 4ാമത്തെ റമദാനിന്റെ ബറക്കത്ത്. 5ാമത്തെ ബറക്കത്ത് എന്ന് പറഞ്ഞാൽ, നേരത്തെ ഞാൻ പറഞ്ഞു, നരകത്തിന്റെ കവാടമടക്കും. ഹദീസിലെ പ്രയോഗം എന്താ? അസ്സിയാമു ജുന്ന. നോമ്പെന്ന് പറഞ്ഞാൽ അത് പരിചയാണെന്ന. നരകത്ത് നമ്മളെ തടയുന്ന പരിചയാണെന്ന്. പരിചന്റെ അർത്ഥമൊക്കെ എല്ലാവർക്കും അറിയാം. പക്ഷെ ഞാൻ പറഞ്ഞ വാചകം എന്താ അറിയോ? ഈ നരകത്തുനിന്ന് തടയുന്ന പരിച എന്ന് പറയുമ്പോൾ ഏതാണ് ഈ നരകം? ഏതാ? കാഫിറുകളായ ആളുകൾക്ക് വേണ്ടി തയ്യാറാക്കപ്പെട്ട നരകം, അല്ലേ? കാഫിറുകളായ ആളുകൾക്ക് വേണ്ടി തയ്യാറാക്കപ്പെട്ട നരകം. ഇന്നഹാ തർമീ ബിശററിൻ ഖൽ ഖസർ. കൊട്ടാരങ്ങൾക്ക് സമാനമായ തീപ്പൊരികളുള്ള നരകം. കൊട്ടാരങ്ങൾക്ക് സമാനമായ തീപ്പൊരികളുള്ള നരകം. ഒരു കല്ല് മുകളിൽ നിട്ടാൽ 70 വർഷം കഴിയും താഴെ നരകത്തിന്റെ അടിത്തട്ടിലെത്താൻ. കല്ലുകൾ ഇന്ധനമായി കൊണ്ടുള്ള നരകം. ആ നരകത്തിൽ നിന്ന് നോമ്പ് നമ്മളെ തടയും. അത് ചെറിയ കാര്യം. അതാണ് ബറക്കത്ത് എന്ന് പറഞ്ഞാൽ. നരകത്തിൽ നിന്ന് തടയുന്ന ഒരു പരിചയായി റമദാൻ ഉണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുമ്പോൾ അതൊരു വലിയ ബറക്കത്തായി, അതൊരു വലിയ നിഅമത്തായി നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. റമദാന്റെ 6ാമത്തെ ബറക്കത്ത് എന്താ അറിയോ? റമദാനിന്റെ എല്ലാ ദിവസങ്ങളിലും അള്ളാഹു കുറെ ആൾക്കാരെ സ്വർഗത്തിലേക്ക് എത്തിക്കുന്നുണ്ട്. നമ്മൾ അങ്ങനെ മനസ്സിലാക്കണോ എനിക്കറിയില്ല. ഏതെങ്കിലും റമദാൻ നമ്മൾ പ്രാർത്ഥിക്കണം, പടച്ചോനെ, സ്വഹീഹായ ഒരു ഹദീസിൽ പറയുന്നുണ്ടല്ലോ, എല്ലാ നോമ്പ് തുറക്കുന്ന സമയങ്ങളിലും അല്ലെങ്കിൽ എല്ലാ രാത്രികളിലും എന്ത് ചെയ്യുന്നുണ്ട്? അള്ളാഹു നരകാവകാശികളായ കുറെ മനുഷ്യന്മാരെന്ത് ചെയ്യും? സ്വർഗത്തിന്റെ ആളുകളാക്കി മാറ്റുന്നതാണ്. ആ കൂട്ടത്തിൽ ഉൾപ്പെടാൻ വേണ്ടി നമ്മളൊക്കെ പ്രാർത്ഥിച്ചിട്ടുണ്ടോ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയിൽ നിന്ന് ജാബിർ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, ഇന്ന ലില്ലാഹി ഇൻദ കുല്ലി ഫിത്രിൻ ഉതഖാഅ വദാലിക ഫീ കുല്ലി ലൈല. ഷെയ്ഖ് നാസറുദ്ദീൻ അൽബാനി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹം സ്വഹീഹാണ് എന്ന് രേഖപ്പെടുത്തിയ ഹദീസാണത്. എന്താ പറയുന്നത്? അള്ളാഹുവിന് ഓരോ നോമ്പ് തുറക്കുന്ന വേളയിലും നരകത്തിൽ നിന്ന് മോചിപ്പിക്കപ്പെടുന്ന ചില ആളുകളുണ്ട്. അത് റമദാനിലെ എല്ലാ രാത്രിയിലും ഉണ്ട് എന്നാണ് ഇബ്നു മാജ ഉദ്ധരിക്കുന്ന ഹദീസിലുള്ളത്. എന്തൊരു ബറക്കത്താണത്! നരകത്ത് പോകേണ്ട കുറെ മനുഷ്യന്മാരെ റമദാനിന്റെ ബറക്കത്ത് കൊണ്ട് അള്ളാഹു എന്ത് ചെയ്യാണ്? സ്വർഗത്തിലേക്കാക്കാണ്. അപ്പൊ ഈ ഹദീത്ത് പഠിക്കുമ്പോൾ, ഈ ഹദീത്ത് വായിക്കുമ്പോൾ ഇനി നമ്മുടെ മനസ്സിലുണ്ടാകേണ്ട ഒരു പ്രാർത്ഥന എന്താ? റമദാൻ വരുമ്പോൾ നമ്മൾ പ്രാർത്ഥിക്കണം, റമദാനിലെ അള്ളാഹു അനുഗ്രഹിച്ചാൽ 30 നോമ്പ്, ആ 30 രാത്രികളിൽ എന്തുണ്ട്? പടച്ചോൻ കുറെ ആൾക്കാരെ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുന്നത്. അള്ളാഹുവേ, ആ കൂട്ടത്തിൽ നീ എന്നെ ഉൾപ്പെടുത്തണേ. പ്രാർത്ഥിക്കണ്ടേ നമ്മൾ? അതാ ഞാൻ പറഞ്ഞ, അറിഞ്ഞ് നമ്മൾ എന്ത് ചെയ്യണം? നോമ്പ് തോൽക്കണം എന്ന് പറഞ്ഞത്. പഠിച്ച് നമ്മൾ നോമ്പിന്റെ മഹത്വവും നോമ്പിന്റെ പ്രത്യേകത നമ്മൾ അറിയുമ്പോഴാണ് എന്ത് ചെയ്യാൻ പറ്റുക? നമുക്കതിന്റെ ആ ഒരു ആത്മാവിനെ ഉൾക്കൊണ്ടുകൊണ്ട് നോമ്പ് നോക്കാൻ പറ്റുക. അറിയാത്ത കാര്യങ്ങൾ നമ്മൾ ചോദിക്കണം. ഇല്ല, നമ്മളെല്ലാവരും എല്ലാ കാര്യങ്ങളും അറിയുന്ന ആൾക്കാരല്ലല്ലോ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം കാലഘട്ടത്തിൽ ജാബിർ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഒരു ഹദീസിൽ കാണാം, ഒരു സംഘം ആളുകൾ യാത്ര ചെയ്യുമ്പോൾ ആ യാത്രക്കിടയിൽ ഒരാൾക്ക് തലക്കൊരു പരിക്ക് പറ്റി, അയാളുടെ തല പൊട്ടി, നല്ല മുറിവുണ്ടായിട്ടുണ്ട്. അപ്പൊ അദ്ദേഹം ചോദിക്കുന്നുണ്ട്, അയാൾ രാത്രിയിൽ സ്ഖലനമുണ്ടായി, അദ്ദേഹത്തിന് സ്വപ്ന സ്ഖലനമുണ്ടായി, ജനാപത്തുകാരനാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നിസ്കരിക്കണമെങ്കിൽ കുളിക്കണമല്ലോ, ജനാപത്ത് വലിയ അശുദ്ധി എന്ന് കുളിക്കണം. അപ്പൊ അദ്ദേഹം തന്റെ കൂടെയുള്ള ആൾക്കാരോട് ചോദിക്കുന്നു, അല്ല എനിക്ക് വല്ല റുഖ്സയുണ്ടോ? ഞാൻ കുളിക്കേണ്ട ആവശ്യമുണ്ടോ? പിന്നെ എൻ്റെ തലയിൽ മുറിവുള്ളതല്ല, അതുകൊണ്ട് തന്നെ എന്തെങ്കിലും ഒരു ഇളവ് എനിക്കുണ്ടോ?
അപ്പൊ അവരൊക്കെ പറഞ്ഞു ഞങ്ങൾക്ക് അങ്ങനത്തെ ഒരു അളവിനെ കുറിച്ച് അറിയില്ല, നിങ്ങൾ കുളിക്കന്നെ വേണമെന്നാണ് അവർ ഫത്വ കൊടുത്തു. അയാൾ കുളിച്ചു, എന്നിട്ടാ നിസ്കരിച്ചത്. അയാളുടെ മുറിവിൽ വെള്ളിറങ്ങി, അയാൾ രോഗം വന്നാൽ മരിച്ചു, മരണപ്പെട്ടു പോയി. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സമീപത്ത് ഈ വാർത്ത എത്തിയപ്പോൾ നബി പറഞ്ഞ പ്രയോഗം എന്താ? ഖതലൂഹു ഖതലഹുമുല്ലാഹ്, നിങ്ങൾ അയാളെ കൊന്നുകളഞ്ഞു, അള്ളാഹു നിങ്ങളെ ശപിക്കട്ടെ എന്നാ. നഊദുബില്ലാഹ്, അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഒരു പ്രവാചകന്റെ ചോദ്യമുണ്ട്, നിങ്ങൾക്കറിയില്ലേ അറിവില്ലായ്മയുടെ മരുന്ന് എന്ന് പറഞ്ഞാൽ അത് ചോദ്യമാണ് എന്ന് നിങ്ങൾക്കറിയില്ലേ? ചോദിച്ചിട്ട് വേണ്ടേ ചെയ്യാൻ? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ താക്കീത് നൽകിയത് ഗൗരവത്തിൽ നമുക്ക് വായിക്കാൻ പറ്റും. അതുകൊണ്ട് തന്നെ മടി കാണിക്കേണ്ട ആവശ്യമില്ല. നോമ്പുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അറിഞ്ഞും പഠിച്ചും വേണം ചെയ്യാൻ റമദാനിലേക്ക് നമ്മൾ പ്രവേശിക്കാൻ. കാരണം അതൊരു ചെറിയ മാസമല്ല, ഏറെ പ്രത്യേകതകളുള്ള, ഏറെ പവിത്രതകളുള്ള മാസമാണ്. 7ാമത്തെ ബറക്കത്ത് എന്ന് പറഞ്ഞാൽ സഹോദരങ്ങളെ, നോമ്പ് എന്ന് പറഞ്ഞാൽ നോമ്പിലെ പ്രാർത്ഥനകൾക്ക് എന്തിന്റെ പ്രത്യേക സ്ഥാനമുണ്ട്. ഹദീസിൽ കാണാം 3 വിഭാഗം ആളുകളുടെ പ്രാർത്ഥന തള്ളൂല. അതിലൊന്നെന്താ? നോമ്പുകാരന്റെ പ്രാർത്ഥനയാണ്. നോമ്പുകാരന്റെ പ്രാർത്ഥന. ഞാനിത് പറയുമ്പോൾ മുസ്ലിം ഉമ്മത്തിലെ പല ആളുകളും ഇന്ന് അള്ളാഹു അല്ലാത്തവരോട് പ്രാർത്ഥിക്കുന്നുണ്ട്, അള്ളാഹു അല്ലാത്തവരോട് വിളിച്ച് ദുആ ചെയ്യുന്ന ആൾക്കാരുണ്ട്. പ്രിയപ്പെട്ടവരെ, ലോകത്തേക്ക് നബിമാര് മുഴുവനും കടന്നു വന്നത് അള്ളാഹനെ മാത്രം വിളിച്ച് പ്രാർത്ഥിക്കണമെന്ന് പഠിപ്പിക്കാനാണ്. വിശുദ്ധ ഖുർആനിൽ ഒരുപാട് പ്രാർത്ഥനകളുണ്ട്. ഒരു പ്രാർത്ഥനയും അള്ളാഹു അല്ലാത്തവരോടില്ല. അല്ലാഹുമ്മ റബ്ബന റബ്ബി, ഇതാണ് ഖുർആന്റെ പ്രയോഗങ്ങൾ അല്ലെ? ഖുർആനിൽ ഏത് പ്രാർത്ഥന എടുത്തു നോക്കിയാലും മൊയ്തീൻ ശേഖനെയല്ല, റിഫായി ശേഖനെയല്ല, മമ്പുറം തങ്ങളെയല്ല, ആരെയല്ല, പിന്നെ അള്ളാഹിനോടാണ് പ്രാർത്ഥിക്കേണ്ടത്. അള്ളാഹുവിനെ മാത്രം വിളിച്ച് പ്രാർത്ഥിക്കുക എന്നുള്ളതാണ് ഇസ്ലാമിന്റെ അടിസ്ഥാനം. അതാണ്, അതിനാണ് നബിമാര് വന്നത്. ലോകത്തേക്കുള്ള എല്ലാ നബിമാരും പഠിപ്പിച്ച കാര്യമാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ വിശ്വാസം ശരിയാണോ എന്ന് എന്ത് ചെയ്യണം? നമ്മൾ പരിശോധിക്കണം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ലോകത്തേക്ക് വന്ന എന്തിനറിയോ? വികലമായ വിശ്വാസങ്ങളുടെ ചെങ്ങലക്കെട്ടുകൾ പൊട്ടിച്ചു കളയാനാണ് എന്ന് വിശുദ്ധ ഖുർആൻ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. ഇതാരെയും കുറ്റപ്പെടുത്താൻ പറയുന്ന, ആരെയും വിമർശിക്കാൻ വേണ്ടി പറഞ്ഞല്ല. പരലോകത്ത് വിജയിക്കണോ? തൗഹീദുള്ള ആൾക്കാരാകണം. തൗഹീദ് എന്ന് പറഞ്ഞാൽ എന്താ? അള്ളാഹുവിനെ ഏകനാക്കുക എന്നുള്ളതാണ്. സഹോദരൻ, അള്ളാഹു മതി നമുക്ക്. ഇബ്രാഹിം നബിയെ അഗ്നികുണ്ഡത്തിന് രക്ഷപ്പെടുത്തിയവരെ പടച്ചോനല്ലേ? മൂസ നബിയെ ആ കടലിന്റെ നടുവിലൂടെ വഴിയൊരുക്കി രക്ഷപ്പെടുത്തിയവനാരാ? അള്ളാഹുവാണ്. ആ പടച്ചോൻ പോരെ നമുക്ക്? ആ അള്ളാഹു പോരെ നമുക്ക്? ദന്നൂൻ പ്രവാചകനെ ആഴക്കടലിന്റെ ആഴിയിൽ നിന്ന് രക്ഷപ്പെടുത്തി കൊണ്ടുവന്നവനാരാ? കാരുണ്യവാനായ കരുണാനിധിയായ പടച്ചതമ്പുരാനാണ്. അവൻ നമ്മുടെ ജീവനാടിയേക്കാൾ സമീപസ്ഥനാണ് എന്ന് അള്ളാഹു പറഞ്ഞിട്ടുണ്ട്. وَإِذَا سَأَلَكَ عِبَادِي أَنِّي فَإِنِّي قَرِيبٌ أُجِيبُ دَعْوَةَ الدَّاعِ إِذَا دَعَانِ فَلْيَسْتَجِيبُوا لِي وَلْيُؤْمِنُوا بِي لَعَلَّهُمْ يَرْشُدُونَ. നബിയെ, എന്നെക്കുറിച്ച് എൻ്റെ ദാസന്മാർ നിന്നോട് ചോദിച്ചാൽ നീ അവരോട് പറയണം, ഞാൻ അവരുടെ സമീപസ്ഥനാണ്. അവർ പ്രാർത്ഥിക്കുകയാണെങ്കിൽ എന്നെ വിളിച്ച് പ്രാർത്ഥിക്കട്ടെ എന്നാണ്. അള്ളാഹിനെ വിളിച്ച് പ്രാർത്ഥിക്കേണ്ടത്. അള്ളാഹു അല്ലാത്ത ഒരാളെയും നമ്മുടെ ജീവിതത്തിന്റെ ഒരു സന്ദർഭങ്ങളിൽ നമ്മൾ പ്രാർത്ഥിക്കാൻ പാടില്ല. സ്വഹീഹായ ഹദീസിൽ നാളെ പരലോകത്ത് നടക്കുന്ന ഒരു വിചാരണയുടെ രംഗമുണ്ട്. അള്ളാഹു അവസാനം വിചാരണ നടത്തുന്ന ഒരു മനുഷ്യൻ ഒരാളെ കൊണ്ടുവരുന്നുണ്ട്. അപ്പൊ അള്ളാഹു അയാളുടെ മുമ്പിൽ 99 സിജില്ലാത്തുകൾ തുറന്നു കാണി. സിജില്ലാത്ത് പറഞ്ഞാൽ ഈ പിന്നെ പേപ്പറുകൾ, അതിന്റെ രേഖകൾ, അയാൾ ചെയ്ത നന്മകളുടെ രേഖകൾ 99 ഉണ്ടെന്ന ഹദീസിലുള്ളത്. ആ 99 രേഖകളുടെ പ്രത്യേകത, അതിൽ ഒരു രേഖ തന്നെ നോക്കിയാൽ കാണുക അത്രയും ദൂരമുണ്ട്. അത്രയും വലിയ കടലാസാണ്. കണ്ണുകൊണ്ട് നോക്കിയിട്ട് എത്താത്ത അത്രയും ദൂരം അയാൾ ചെയ്ത തിന്മകൾ രേഖപ്പെടുത്തിയ പേപ്പറാണ്, സിജില്ലയാണ്. അങ്ങനെ 99 ഉണ്ട്. അയാൾക്ക് മനസ്സിലായി അയാളുടെ കാര്യം ശരിയാവൂല, രക്ഷപ്പെടില്ല എന്നൊക്കെ അയാൾ വിചാരിച്ചു. അപ്പൊ അള്ളാഹു ചോദിക്കുന്നു, നിനക്ക് എന്തെങ്കിലും ഉദറുണ്ടോ? എന്തെങ്കിലും കാര്യം പറയണ്ടോ? നീ ഇങ്ങനെ തിന്മകൾ ചെയ്യ എന്തെങ്കിലും കാര്യമുണ്ടോ? അയാൾ പറഞ്ഞു, ഇല്ല പടച്ചോൻ, ഒന്നുമില്ല, സംഭവിച്ചു പോയി. അള്ളാഹു ചോദിക്കുന്നു, എൻ്റെ അടുത്ത് വല്ല നന്മയുണ്ടോ? നീ എന്തെങ്കിലും നന്മ ചെയ്തിക്കണോ? അവളെ പറയും, ഇല്ല അള്ളാഹു, ഞാൻ നന്മകളൊന്നും ചെയ്തിട്ടില്ല. അപ്പൊ അള്ളാഹ് പറയും, അങ്ങനെയല്ല കാര്യം. നിന്റെ ഒരു നന്മ എൻ്റെ അടുക്കലുണ്ട്, നീ ഒരു നന്മ ചെയ്ത് എൻ്റെ പക്കലുണ്ട്. എന്നിട്ട് അള്ളാഹു ഒരു ബിത്താക്ക പുറത്തെടുക്കുന്നു. ഒരു ബിത്താക്ക എന്ന് പറഞ്ഞാൽ പ്രവാസികൾക്കൊക്കെ പെട്ടെന്ന് മനസ്സിലായി, ഒരു കാർഡ് പുറത്തെടുക്കുന്നു. എന്നിട്ട് അയാളോട് തൂക്കാൻ റെഡിയാ. തൂക്കാന്ന് പറഞ്ഞാൽ അയാളുടെ അമലുകൾ തൂക്കാൻ പോവാണ്. അതിന് റെഡിയാക്കാൻ പറയുമ്പോൾ അയാൾ ഇങ്ങനെ പറയുന്നുണ്ട്, പഠിച്ചത് എന്ത് കാര്യപ്പുള്ളത്, 99 രേഖ ഉണ്ട്, അതെന്നെ നോക്കിയാൽ കാണാത്ത അത്രയും ദൂരമുണ്ട്. ആ രേഖകളൊക്കെ കൂടെ ഒരു തുലാസിലും ഈ ഒരു കാർഡ് മാത്രം, ഈ ഒരു വലിയ കാര്യമില്ലല്ലോ. അത് സ്വാഭാവികമായി കനം തൂങ്ങുക ധാരാളമുള്ളതാണ്. അപ്പൊ അയാൾ നിരാശപ്പെട്ട് നിൽക്കുമ്പോൾ അത് തൂക്കുമ്പോൾ ഈ കാർഡിനാണ് കനം കൂടുതൽ. എന്താണ് ആ കാർഡിലുള്ളത്? ലാ ഇലാഹ ഇല്ലല്ലാഹ്. കാരണം അയാൾ വിശ്വാസം ഉണ്ട്, അയാൾക്ക് വിശ്വാസമുണ്ട്. ആ ലാ ഇലാഹ ഇല്ലല്ലാഹ് കാരണം അയാളുടെ ബാക്കിയുള്ള പാപങ്ങൾ അല്ലാഹു പുറത്തു കൊടുത്തു എന്നാണ്. പക്ഷെ നമ്മുടെ ലാ ഇലാഹ ഇല്ലല്ലാഹ് ശരിയാകണ്ടേ? അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്ന മുഹമ്മദ റസൂലുള്ളാഹ് എന്ന സുന്ദരമായ കലിമ ഉച്ചരിച്ച് നമ്മൾ വിശ്വാസം സ്വീകരിച്ചു. ആ വിശ്വാസത്തിൽ പുഴുക്കുത്തുകൾ ഉണ്ട് എങ്കിൽ എങ്ങനെ പരലോകത്തെ നമ്മൾ രക്ഷപ്പെടുക?
അതുകൊണ്ട് നമ്മുടെ വിശ്വാസം ശരിയാകണം. നബിമാര് കാണിച്ചു തന്ന അതേ വഴിയിലൂടെ സഞ്ചരിക്കുക, അല്ലേ? അതേ വഴിയിലൂടെ നമ്മൾ സഞ്ചരിക്കണം. വിശുദ്ധ ഖുർആനിലും ഹദീസുകളിലുമൊക്കെ തൗഹീദും അതിന്റെ മഹത്വങ്ങളും ഏറെ വിശദീകരിക്കുന്നുണ്ട്. നമ്മുടെ വിഷയം തൗഹീദ് അല്ലാത്തതുകൊണ്ട് ഞാൻ അങ്ങോട്ട് പ്രവേശിക്കും. ഞാൻ പറഞ്ഞ അറിയോ, പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ അള്ളാഹിനോട് മാത്രമേ പാടുള്ളൂ. അള്ളാഹിനോട് മാത്രമേ പാടുള്ളൂ. അള്ളാഹു അല്ലാത്ത ആളുകളോട് പ്രാർത്ഥിക്കുന്നത് ഷിർക്കാണ് എന്ന കാര്യത്തിൽ ഒരു തർക്കമല്ല. ഒരു അഭിപ്രായ വ്യത്യാസം വെക്കേണ്ട കാര്യം പോലുമില്ല. ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ശരി, ഷിർക്ക് ചെയ്താൽ ഒന്ന് നേരെകാണ്. അള്ളാഹു പൊറുക്കാത്ത പാപാണ്. അതുകൊണ്ട് എൻ്റെ ശബ്ദം കേൾക്കുന്ന നല്ലവരായ മുസ്ലിം ഉമ്മത്തിലെ ഉമ്മമാരോട്, ഉപ്പമാരോട്, സഹോദരികളോട്, സഹോദരങ്ങളോട്, യുവാക്കളോട് സ്നേഹത്തോടെ പറയാനുള്ളത്, നമ്മുടെ വിശ്വാസം നമ്മൾ പരിശോധിക്കണം. നമ്മുടെ വിശ്വാസം പരിശോധിക്കണം. ഒരു അബദ്ധവുമില്ല എന്ന് എന്ത് ചെയ്യണം? ഉറപ്പ് വരുത്തണം. ഒരു തക്കാളി വാങ്ങുമ്പോഴേ 4 വട്ടം എടുത്തു നോക്കും നമ്മൾ. അതിന് വല്ല ഓട്ടയുണ്ടോ, എവിടെയെങ്കിലും കറുത്ത കുത്തുണ്ടോ നോക്കും നമ്മൾ, അല്ലേ? ഒരു ആപ്പിൾ വാങ്ങും, എന്ത് വാങ്ങുമ്പോഴും നമ്മളിങ്ങനെ എടുത്തു നോക്കും. നമ്മളൊരു ഷർട്ടിന്റെ പീസ് എടുത്ത് വീട്ടിൽ വന്ന് നോക്കിയപ്പോൾ ഒരു കറുത്തൊരു അടയാളം കണ്ടു. എന്താ നമ്മുടെ മനസ്സ് പറയും? നോക്കിയില്ല. നമ്മൾ മടക്കാൻ പറ്റുമെങ്കിൽ കൊണ്ടുപോയി നമ്മൾ മടക്കും. എത്ര പരിശോധന നമ്മൾ നടത്തി. എന്നാൽ നമ്മുടെ വിശ്വാസത്തെക്കുറിച്ച് എന്ത് പരിശോധനയാണ് നമ്മളൊക്കെ നടത്തിയിട്ടുള്ളത്? ഞാൻ ആരെയും വിമർശിക്കാൻ വേണ്ടി പറഞ്ഞതല്ല, കുറ്റം പറയാൻ വേണ്ടി പറഞ്ഞതല്ല. ഏറ്റവും ഗൗരവമായി പരിശോധിക്കേണ്ട കാര്യം എന്താ? വിശ്വാസമാണ്, ആചാരങ്ങളാണ്. കാരണം ലോകത്ത് പ്രവാചകന്മാരടക്കമുള്ള ആളുകൾ ഈ വിശ്വാസം പഠിപ്പിച്ചതിനാ പോയത്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടക്കമുള്ള പ്രവാചകന്മാരെല്ലാവരും പഠിപ്പിച്ച ആദർശം ഒന്നാണ്. ആചാരങ്ങളിൽ വ്യത്യാസമുണ്ട്. അപ്പൊ നമുക്കുള്ള ശരീഅത്ത് എന്താ? മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശരീഅത്താണ്. അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യണം? പ്രാർത്ഥനയുടെ വിഷയത്തിൽ സജീവമായ ശ്രദ്ധ നമുക്കുണ്ടാകണം. അള്ളാഹുവിനോട് മാത്രം പ്രാർത്ഥിക്കുന്ന ആളുകളാകണം. ഞാൻ പറയുന്നത്, റമദാൻ എന്ന് പറഞ്ഞാൽ അത് പ്രാർത്ഥനയുടെ മാസമാണ്, പ്രാർത്ഥനക്ക് ഉത്തരം കിട്ടുന്ന മാസമാണ്. അതാണ് പോയിന്റ്. റമദാന്റെ ബർക്കത്ത് അതാണ്. പ്രാർത്ഥനക്ക് ഉത്തരം കിട്ടുന്ന മാസമാണ്. മക്കളില്ലാത്ത മനുഷ്യന്മാരുണ്ട്, അല്ലേ? രോഗം കൊണ്ട് പരീക്ഷിക്കപ്പെടുന്ന ആൾക്കാരുണ്ട്, സാമ്പത്തികമായി ബുദ്ധിമുട്ടുന്ന ആൾക്കാരുണ്ട്. സഹോദരങ്ങളെ, നമ്മൾ നമ്മുടെ പ്രശ്നങ്ങൾ അള്ളാഹുവിനോട് പറഞ്ഞിട്ടുണ്ടോ? നമ്മുടെ പ്രതിസന്ധികൾ അള്ളാഹുവിനോട് പറഞ്ഞിട്ടുണ്ടോ നമ്മൾ? എൻ്റെ സുഹൃത്ത് ബഹുമാന്യനായ നൂറുദ്ദീൻ സ്വലാഹി, അള്ളാഹു അദ്ദേഹത്തിന് ദീർഘായുസ് കൊടുക്കുമാറാകട്ടെ, അദ്ദേഹം ഒരിക്കൽ ഒരു യാത്രക്കിടയിൽ അദ്ദേഹം സംസാരിക്കുമ്പോൾ ഒരു സംഭവം പറഞ്ഞ് ഞാൻ ഓർക്കുകയാണ്. അദ്ദേഹം പറഞ്ഞതെന്ന് വെച്ചാൽ, ഒരു സമ്പന്നനായ മനുഷ്യൻ, അതിസമ്പന്നനായ ധാരാളം സമ്പത്തിൻ്റെ ഉടമയായ ഒരു മനുഷ്യൻ, അയാൾക്കൊരു സ്വസ്ഥതയില്ല, അയാൾക്കൊരു സമാധാനമല്ല ജീവിതത്തിൽ. അപ്പം അയാൾ വീട്ടിൽ നിന്ന് ഇറങ്ങി നടക്കണം, നിരാശനായി നടക്കണം മനുഷ്യൻ. അതൊരു പള്ളി കണ്ടു. ആ പള്ളിയിൽ അയാൾ സമാധാനം കിട്ടുന്നൊരു പള്ളിയിൽ കുറച്ചേരം ഇങ്ങനെ കയറിയിരിക്കാൻ വേണ്ടി പള്ളിയിൽ കയറി. അപ്പോൾ ആ പള്ളിയിലൊരു മനുഷ്യൻ, ഒരു സാധുവായ മനുഷ്യൻ, അയാൾ ആ പള്ളിയിൽ ഇരുന്ന്, വേറെ ആരുമില്ല, അയാൾ ഇരുന്ന് പ്രാർത്ഥിക്കണം. അയാൾ കരഞ്ഞ് പ്രാർത്ഥിക്കണം. മനുഷ്യൻ അയാൾ കരയുന്നുണ്ട്. അപ്പോൾ ഇയാൾ വിചാരിച്ചു, ഇയാൾക്ക് എങ്ങനെ ഇങ്ങനെ പ്രാർത്ഥിക്കാൻ പറ്റണത്? സമാധാനത്തോടെ ഇരുന്ന് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കാൻ ഇയാൾക്ക് എങ്ങനെ പറ്റണത്? ഉടനെ ഇയാൾ ചോദിച്ചു, എന്താ നിങ്ങളെ പ്രശ്നം? എന്താ നിങ്ങൾ എന്തിനാ കരയുന്നത്? എന്തിനാ? എന്താ നിങ്ങളെ ബുദ്ധിമുട്ട് എന്താണ്? അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞാൻ ഒരല്പം കടക്കാരനാണ്, കുറച്ച് പ്രയാസം, സാമ്പത്തികമായി കുറച്ച് ഞെരുക്ക് അനുഭവിക്കണം. അതുകൊണ്ട് തന്നെ ഞാൻ അള്ളാഹുവിനോട് എൻ്റെ സങ്കടം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അത് കേട്ട ഉടനെ ആ സമ്പന്നനായ മനുഷ്യൻ പറഞ്ഞു, നിങ്ങൾ പ്രയാസപ്പെടല്ലേ, നിങ്ങളെ എല്ലാ കടബാധ്യതയും ഞാൻ ഏറ്റെടുത്തു, ഞാൻ വീട്ടിക്കോളാം. അയാൾക്ക് വേണ്ടതൊക്കെ അയാൾ ചെയ്തു കൊടുത്തു. ഇയാൾക്ക് സമ്പത്തുണ്ട്, അയാളെ ചെയ്തു കൊടുത്തു. അങ്ങനെ അവർ പിരിയുന്ന സമയത്ത് ഈ സമ്പന്നനായ മനുഷ്യൻ അയാൾ പോക്കറ്റിൽ നിന്ന് ഒരു കാർഡ് എടുത്തിട്ട് അയാളുടെ കയ്യിൽ കൊടുത്തിട്ട് പറഞ്ഞു, നിങ്ങൾക്ക് എന്താവശ്യം ഉണ്ടെങ്കിൽ എന്നെ വിളിച്ചോ, സാമ്പത്തികമായി ഞെരുക്കുണ്ടെങ്കിൽ എന്നെ വിളിച്ചോ, ഞാൻ നിങ്ങളെ സഹായിക്കാം. ആ സമയത്ത് ആ മനുഷ്യൻ പറഞ്ഞു, ആ കാർഡ് എനിക്ക് വേണ്ട, നിങ്ങൾ ഈ ചെയ്തു തന്ന എൻ്റെ കടബാധ്യത ഏറ്റെടുത്തത് അൽഹംദുലില്ലാഹ്, അല്ലാഹു നിങ്ങൾക്ക് പ്രതിഫലം നൽകട്ടെ, പക്ഷെ നിങ്ങൾ ഈ നൽകിയ കാർഡ് എനിക്ക് വേണ്ട. അപ്പോൾ ചോദിക്കുന്നുണ്ട്, എന്തേ കാരണം? നിങ്ങൾ എന്തേ കാർഡ് നിരസിക്കാനുള്ള കാരണം എന്താ? അപ്പൊ അദ്ദേഹം പറഞ്ഞു, എനിക്കൊരു പ്രശ്നമുണ്ടായാൽ ഞാൻ എൻ്റെ റബ്ബിനോടാണ് പറയാറുള്ളത്. നിങ്ങൾ ഈ കാർഡ് തന്നാൽ എൻ്റെ പ്രശ്നം വരുമ്പോൾ ഞങ്ങളെ ഓർക്കുക, ഞാൻ പടച്ചോന്ന് അകലും, എനിക്കത് വേണ്ടെന്നാണ്. കാരണം എനിക്കറിയാം, എൻ്റെ റബ്ബിനോട് പറഞ്ഞാൽ റബ്ബ് എനിക്ക് ഉത്തരം നൽകും, റബ്ബ് ഇജാബത്ത് നൽകുമെന്ന ഉറപ്പുണ്ട് എനിക്ക്. ഈ ഇരിക്കുന്ന മുഴുവൻ സഹോദരങ്ങളോടും സ്നേഹത്തോടെ ഞാൻ ചോദിക്കട്ടെ, നമ്മൾ അല്ലാഹുവിലേക്ക് കൈകൾ ഉയർത്തുമ്പോൾ എൻ്റെ റബ്ബ് എനിക്ക് ഉത്തരം നൽകുമെന്ന ഉറച്ച വിശ്വാസത്തോടെ പ്രാർത്ഥിക്കാൻ നമുക്ക് പറ്റിയിട്ടുണ്ട്? അങ്ങനെ പ്രാർത്ഥിക്കാൻ പറ്റിയിട്ടുണ്ട്? നമ്മുടെ ജീവിതത്തിൽ എത്ര തവണ നമ്മൾ പറഞ്ഞിട്ടുണ്ട്, പടച്ചവനോട് കുറേ പ്രാർത്ഥിച്ചു, പടച്ചവൻ കേൾക്കണില്ല, ഉത്തരം നൽകുന്നില്ല എന്ന് പറഞ്ഞ ആളുകൾ നമ്മുടെ കൂട്ടത്തിലുണ്ട്. അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചിട്ട് കിട്ടുന്നില്ല എന്ന് പറഞ്ഞ ആൾക്കാർ. ഞാൻ പറയുന്നത് അറിയാം സഹോദരങ്ങളെ, ഒരുപക്ഷെ ഞാൻ ഈ സംസാരിക്കുന്നതിൻ്റെ ചുറ്റുപാടുമുള്ള നല്ല നല്ല വീടുകൾ അള്ളാഹു ആ വീട്ടുകാർക്ക് എല്ലാവർക്കും ബർക്കത്ത് നൽകുമാറാകട്ടെ. അള്ളാഹുവിനോടുള്ള ഒരാളുടെ പ്രാർത്ഥനയുടെ ഫലമാണത്. അള്ളാഹുവിനോടുള്ള പ്രാർത്ഥനയുടെ ഇജാബത്ത് കിട്ടിയതിന്റെ ഫലം അനുഭവിക്കുന്നവരാണ്.
നമ്മളിൽ മഹാഭൂരിപക്ഷം ആളുകൾ ഏതാ പ്രാർത്ഥന? മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാം അദ്ദേഹം മക്ക മണൽക്കാട്ടിൽ ആകാശമേൽക്കൂരയുടെ സുരക്ഷിതത്വം മാത്രമുള്ള ആ മക്ക മണൽക്കാട്ടിൽ ഇബ്രാഹിം നബി ഭാര്യയെയും കൈക്കുഞ്ഞിനെയും തനിച്ചാക്കി മടങ്ങിപ്പോരുമ്പോൾ അദ്ദേഹം നിർവഹിച്ചൊരു പ്രാർത്ഥന ഉണ്ട്. പടച്ചോനെ, ആരുമില്ലാത്ത സ്ഥലത്ത് ഞാൻ എൻ്റെ ഭാര്യനെയും കുഞ്ഞിനെ ആക്കി പോവുകയാണ്. ഇവിടെ ആരുമില്ല. ഇവരിലേക്ക് നീ ജനങ്ങളുടെ ശ്രദ്ധയാകർഷിക്കണേ. ഈ നാട്ടിലേക്ക് നീ ജനങ്ങളുടെ ശ്രദ്ധയാകർഷിക്കണേ. ഒന്നാമത്തെ പ്രാർത്ഥന. അല്ലാഹുവേ, ഈ നാടിനെ നീ സമ്പത്ത് സമൃദ്ധമാക്കണേ. ഇബ്രാഹിം നബിയുടെ പ്രാർത്ഥന. ആ പ്രാർത്ഥന ഉയർത്തിയാണ് ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാം അവിടുന്ന് മടങ്ങണത്. ഒന്നുമില്ലാതിരുന്ന മക്കയെ ഇബ്രാഹിം നബിയുടെ പ്രാർത്ഥനയിലൂടെ അല്ലാഹു സമ്പത്ത് സമൃദ്ധമാക്കി മാറ്റി. അല്ലെ, ആ നാടിനെ പടച്ചോ മാറ്റി. ഇന്ന് ലക്ഷക്കണക്കിന് ആളുകൾ സമ്പത്ത് തേടി പോകുന്ന ഇടമാണ് സൗദി അറേബ്യ എന്നുള്ള നാട്. പറയുന്ന ഞാൻ, എന്റെ ബാക്കിലിരിക്കുന്ന ഹംസ ജമാൽ ഉസ്താദ് അടക്കമുള്ള ഈ സദസ്സിലും ഇതിന്റെ പരിസരത്തുമുള്ള മഹാഭൂരിപക്ഷം ആളുകളും ജീവിക്കാനുള്ള വക കണ്ടെത്തിയത്, വാഹനം വാങ്ങിയത്, വീട് വെച്ചത്, മക്കളെ പഠിപ്പിച്ചതൊക്കെ ഇവിടുന്ന് പ്രവാസ ലോകത്ത് പോയിട്ട് പണം ഉണ്ടാക്കിയിട്ടാണ്. ആ മണൽക്കാട്ടിൽ ഒന്നുമില്ലാതിരുന്ന മക്കയെ ഇന്നീ കാണുന്ന കോലത്തിലേക്ക് പരിവർത്തിപ്പിച്ചതിന്റെ പിന്നിൽ മഹാനായ ഒരു പ്രവാചകന്റെ പ്രാർത്ഥനയുണ്ട്. അതിന്റെ ഫലം അനുഭവിക്കുന്നവരാണ് ഞാനും നിങ്ങളും. എന്നിട്ട് നമ്മൾ പറയാം, പടച്ചോൻ പ്രാർത്ഥന കേൾക്കണില്ല. ഇബ്രാഹിം നബിന്റെ ആദ്യത്തെ വാചകം എന്താ? അല്ലാഹുവേ, ഈ നാട്ടിലേക്ക് നീ ജനങ്ങളുടെ ശ്രദ്ധയാകർഷിക്കണമെന്ന്. ഈ ഇരിക്കുന്ന മുഴുവൻ ആളുകളും ഒരിക്കലെങ്കിലും പ്രാർത്ഥിച്ചിട്ടില്ലേ? അല്ലാഹുവേ, പരിശുദ്ധമായ ഹറമ് കാണാൻ, മക്കയിൽ പോകാൻ. നമ്മുടെ മനസ്സിലൊരു വികാരാണത്. ഇബ്രാഹിം നബിന്റെ പ്രാർത്ഥനന്റെ ഫലമാണ് സഹോദരങ്ങളെ. ഇബ്രാഹിം നബിയുടെ പ്രാർത്ഥനയുടെ ഫലമാണത്. ഞാൻ പറഞ്ഞെന്തറിയോ? അല്ലാഹു പ്രാർത്ഥനയ്ക്ക് ഉത്തരമേകുമെന്ന ഉറച്ച വിശ്വാസത്തോടെ എന്ത് ചെയ്യണം? നമ്മൾ പ്രാർത്ഥിക്കണം. നമ്മുടെ സങ്കടങ്ങൾ പറയണം. അല്ലാഹുക്ക് അത് ഇഷ്ടമാണ്. പ്രാർത്ഥിക്കാത്തവനോട് അല്ലാഹു കോപിക്കുമെന്നാണ്. പ്രാർത്ഥിക്കാത്തവനോട് അല്ലാഹു കോപിക്കുന്നു. സ്വന്തം മനസ്സിനോട് ചോദിച്ചു, ഇന്നത്തെ ദിവസം ഈ നമ്മുടെ ഈ സദസ്സിന്റെ മധ്യത്തിൽ നമ്മളൊരു മറ കെട്ടിയിട്ടുണ്ട്. അതിന്റെ മറുഭാഗത്ത് ഇവിടെ ഇരിക്കുന്ന പല സഹോദരങ്ങളുടെയും ഭാര്യമാരുണ്ട്. അവിടെ ഇരിക്കുന്ന സ്ത്രീകളിൽ പല ആളുകളുടെയും ഭർത്താക്കന്മാര് ഇപ്പുറത്തുണ്ട്. മനസ്സിൽ തട്ടി ഞാൻ ചോദിക്കട്ടെ, ഇന്നത്തെ പ്രഭാതം മുതൽ ഈ സമയം വരെയുള്ള സമയത്തിനിടയിൽ എപ്പോഴെങ്കിലും നമ്മുടെ ഭാര്യയ്ക്ക് വേണ്ടി, നമ്മുടെ ഭർത്താവിന് വേണ്ടി നമ്മൾ ദുആ ചെയ്തിട്ടുണ്ടോ? നമ്മൾ പ്രാർത്ഥിച്ചിട്ടുണ്ടോ? അവരുടെ ഖൈറിന് വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ടോ? നമ്മുടെ ജീവിതത്തിൽ നമ്മോട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന ആൾക്കാരാരാ? നമ്മുടെ മക്കളും ഭാര്യയും ഒക്കെ സന്തോഷിക്കുന്നത് കാണുമ്പോൾ, ആഹ്ലാദിക്കുന്നത് കാണുമ്പോൾ, അവർ ചിരിക്കുന്നത് കാണുമ്പോൾ, റബ്ബേ ഈ സന്തോഷം നിലനിർത്തണേ, അവർക്ക് ഖൈർ നൽകണേ എന്ന് പ്രാർത്ഥിക്കാൻ നമുക്ക് മനസ്സ് വന്നിട്ടുണ്ടോ സഹോദരങ്ങളെ? നമ്മൾ അല്ലാഹുവിൽ നിന്ന് അകലുകയാണോ എന്ന് നമ്മൾ ഓരോരുത്തരും ആലോചിക്കണം. നമ്മൾ ഓരോരുത്തരും ചിന്തിക്കണം. അതുകൊണ്ട് തന്നെ റമളാൻ എന്ന് പറഞ്ഞാൽ അത് ലഭിക്കുന്ന ഏറ്റവും വലിയൊരു ബറക്കത്താണ്. നമ്മൾ പ്രാർത്ഥിച്ചാൽ ആ പ്രാർത്ഥനക്ക് അല്ലാഹു ഇജാബത്ത് നൽകും. അതുകൊണ്ട് അത് മനസ്സിലാക്കി എന്ത് ചെയ്യണം? റമളാനിലേക്ക് നമ്മൾ പ്രവേശിക്കണം. റമളാനിന്റെ 8ാമത്തെ ബറക്കത്ത് എന്താ? ലൈലത്തുൽ ഖദർ ആണ്. ഞാൻ വിശദീകരിക്കേണ്ട ആവശ്യമില്ല. ഞാൻ സുദീർഘമായി സംസാരം നീട്ടിക്കൊണ്ടുപോകും. ലൈലത്തുൽ ഖദർ എന്ന് പറഞ്ഞാൽ എന്താ? ഒരൊറ്റ വാചകത്തിൽ പറഞ്ഞാൽ ഒരൊറ്റ രാത്രി കൊണ്ട് 10-80 വർഷത്തെ നന്മകൾ സ്വന്തമാക്കാൻ സാധിക്കുന്ന ഒരു രാത്രിയുണ്ട്. ഒരു രാത്രി. ഞാൻ കഴിഞ്ഞ അഹ്ലൻ റമളാൻ പ്രസംഗങ്ങളിലൊക്കെ ഞാൻ ഒരു സംഭവം പറഞ്ഞു. ഞാൻ ഈ റമളാനിന്റെ ഈ അടുത്ത ദിവസം കഴിഞ്ഞ 1-2 ആഴ്ചകൾക്കിടയിൽ എൻ്റെ ഫോണിൽ നിന്ന് പോയ കുറച്ച് കോളുകൾ നമ്മുടെ വിസ്ഡം യൂത്തിൻ്റെ തർബിയ സംഗമവുമായി ബന്ധപ്പെട്ട ചില കോളുകളാണ്. ഞാൻ എൻ്റെ സുഹൃത്തുക്കളെ പല ആൾക്കാരെയും വിളിച്ച് ആ പ്രോഗ്രാമിന് വരണം എന്ന് നമ്മൾ സ്വാഭാവികമായിട്ടും ഒരു ജില്ലയുടെ ഭാരവാഹി എന്നുള്ള നിലയിൽ പറയേണ്ടി വരും. അപ്പം നമ്മളതിങ്ങനെ വിളിക്കുന്നതിന് കൂട്ടത്തിൽ ഞാനൊരു സുഹൃത്തിനെ വിളിച്ചു. ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, നമ്മുടെ വിസ്ഡം ഡേ ആണ് തിങ്കളാഴ്ച എൻ്റെ വീട്ടിൽ വെച്ച് നടക്കും, നിങ്ങൾ വരണം. അതോടൊപ്പം തന്നെ നിങ്ങൾ തർബിയ സംഗമത്തിന് വരണം. മാർച്ച് 1-നാണ് നിങ്ങൾ അതിലും പങ്കെടുക്കണം. പ്രയാസം ഉണ്ടാകില്ല എന്ന് ഞാൻ വിചാരിക്കട്ടെ എന്ന് പറഞ്ഞു. ഉടനെ ആ സുഹൃത്ത് എന്നോട് പറഞ്ഞു, നിങ്ങൾ വിസ്ഡം ഡേക്ക് എന്നെ വിളിക്കണ്ട. അത് വിസ്ഡം ഡേയോടുള്ള വെറുപ്പല്ല. ഞാൻ വൈകിട്ട് വരെ വീട്ടിൽ. ഞാൻ ഇപ്പോൾ കുറച്ച് അധികം പണിയെടുക്കുന്നുണ്ട്. 5 മണി വരെ എന്നുള്ളത് ചിലപ്പോൾ 7 മണി ആകുന്നുണ്ട്, അല്ലെങ്കിൽ കുറച്ചുകൂടി അധിക സമയം ജോലി ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ദയവ് ചെയ്ത് എന്നെന്ത് ചെയ്യരുത്, നോമ്പ് വരെയുള്ള സമയത്ത് നിങ്ങൾ എന്നെ വിളിക്കരുത്, ഒരു കാര്യത്തിന് വിളിക്കരുത്. ഞാൻ കുറച്ച് ബിസിയാണ്. കാരണം ഞാൻ റമളാനിൽ ഞാൻ പണിക്ക് പോകില്ല. റമളാൻ പൂർണ്ണമായിട്ട് ഇബാദത്തിന് വേണ്ടി മാറിയിരിക്കും. അതുകൊണ്ട് തന്നെ തെർബിയ എന്നല്ല, എന്ത് പരിപാടി ഉണ്ടോ നോമ്പിൽ നിങ്ങൾ എന്നെ വിളിച്ചോളൂ, ഞാൻ ഉണ്ടാകും മുന്നിൽ. സഹോദരങ്ങളെ, ആ വാചകം കേട്ടപ്പോൾ ഉണ്ടായ ഒരു സന്തോഷമുണ്ട്. നമ്മളെ സഹോദരങ്ങൾ, നമ്മുടെ സുഹൃത്തുക്കൾ, അവരുടെ പദ്ധതികൾ ആലോചിച്ച് നോക്കൂ നിങ്ങൾ. റമളാനിന് വേണ്ടി അവർ ഒരുങ്ങാണ്. റമളാനിൽ ഇബാദത്തുകൾ ചെയ്യണം, റമളാനിൽ പൂർണ്ണമായി മാറിയിരിക്കണം എന്ന് ചിന്തിക്കുന്ന മനുഷ്യന്മാർ നമ്മുടെ ഇടയിലുണ്ട്. ഞാൻ ഒരു ചോദ്യം കൂടി ഈ സദസ്സിനോട് ചോദിക്കണം. റമളാനിലേക്ക് ഏതാനും ദിവസങ്ങൾ കഴിഞ്ഞാൽ നമ്മൾ പ്രവേശിക്കും അല്ലേ? നമ്മുടെ വീട്ടിൽ ചർച്ച നടന്നിക്കണം. റമളാനിനെ കുറിച്ച് എന്തെങ്കിലും ഒരു ചർച്ച, പൊടി വാങ്ങണയും പിന്നെ വീട് നന്നാക്കണയൊക്കെ ചർച്ചയല്ല ഞാൻ ഉദ്ദേശിച്ചത്. നമ്മൾ എവിടെ നിന്ന് നിസ്കരിക്കുക,
നമ്മൾ എന്തൊക്കെയാ ചെയ്യുക, അങ്ങനത്തെ ഒരു ചർച്ചകൾ നമ്മുടെ വീട്ടിലൊക്കെ നടന്നിക്കണം. ഞാൻ നിങ്ങളൊക്കെ ആലോചിക്കേണ്ട ഒരു കാര്യമാണ്. എന്തെങ്കിലും ഇങ്ങനെ ഒരു ചർച്ചകൾ നടത്തേണ്ട, അഥവാ ദീനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, റമദാനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമായി വരണം. കാരണം അത്രമാത്രം അനുഗ്രഹീതമായ ബറക്കത്താക്കപ്പെട്ടൊരു മാസത്തിലേക്കാണ് നമ്മൾ പ്രവേശിക്കുന്നത്. ഒരൊറ്റ രാത്രി കൊണ്ട് 80-ലധികം വർഷങ്ങളുടെ പുണ്യം നേടിയെടുക്കാനുള്ള ചെറിയ കാര്യം, നിസ്സാരമായ കാര്യം സഹോദരങ്ങളെ. എന്നിട്ട് ആ ഒരു ദിവസം നേടിയെടുക്കാൻ നമ്മൾ എന്താ ആലോചന നടത്തിയിരിക്കണത്, എന്ത് ചിന്ത നടത്തിയിരിക്കണത്? നമ്മളൊന്ന് വിചാരിച്ചാൽ നടക്കൂലേ? ഒരു എത്തിക്കാപ്പിരിക്കാൻ 10 ദിവസം പള്ളിയിൽ പൂർണ്ണമായി എത്തിക്കാപ്പിരിക്കാൻ വിചാരിച്ചാൽ നടക്കും. ഒരു പക്ഷേ ആയുസ്സിൽ എത്തിക്കാപ്പിരിക്കാത്ത മനുഷ്യന്മാരുണ്ടാകും. ഒരു ദിവസം പോലും എത്തിക്കാപ്പിരിക്കാത്ത ആൾക്കാർ. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. നമുക്ക് ആഗ്രഹം ഉണ്ടാകണം, അള്ളാഹു അതിലേക്ക് നമ്മളെ എത്തിക്കും, അള്ളാഹു നമുക്ക് വഴി കാണിച്ചു തരും. ആണ് ഞാൻ പറഞ്ഞത്, നമ്മുടെ പള്ളികൾ സജീവമാകണം. നമ്മുടെ പള്ളികളിൽ ഇഅ്തികാഫിനുള്ള സൗകര്യങ്ങൾ ഉണ്ടാകണം, അവർക്കുള്ള ഭക്ഷണം ഒരുക്കണം. അങ്ങനെ എന്ത് ചെയ്യണം? അവർക്ക് പൂർണ്ണമായി ഇബാദത്ത് ചെയ്യാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാക്കി കൊടുക്കണം നമ്മൾ. അപ്പൊ റമദാന്റെ ഒരു ബറക്കത്താണ്. ലൈലത്തുൽ ഖദർ കൊണ്ട് ധന്യമാണ് റമദാൻ. ആ റമദാനിനെ ഉപയോഗപ്പെടുത്തുമെന്ന് എന്ത് ചെയ്യണം? നമ്മൾ തീരുമാനിക്കണം. 9ാമത്തെ ബറക്കത്ത് അള്ളാഹു പറഞ്ഞ ഖുദ്സിയായ ഒരു ഹദീത്താണ്. നോമ്പ് എനിക്കുള്ളതാണ്, ഞാനാണ് ഇതിന് പ്രതിഫലം നൽകാൻ. ഇതെല്ലാവർക്കും അറിയുന്ന ഹദീത്താണ്. എന്നാൽ അതുമായി ബന്ധപ്പെട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താ? നോമ്പ് എനിക്കുള്ളതാണ്, ബാക്കിയുള്ള ഈ ബാത്തും അള്ളാഹ് തന്നെയാണ്. പക്ഷെ നോമ്പിന് പ്രത്യേകത ഉണ്ട്. റിയാ ഇല്ലാതെ, മനസ്സിൽ റിയാ ഇല്ലാതെ, അഥവാ ഞാൻ നോമ്പുകാരനാണ് എന്ന് വേറെ ഒരാളെ അറിയിക്കാതെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ഇബാദത്താണ് നോമ്പ്. ഈ സലഫുകളുടെ ചരിത്രം വായിച്ചപ്പോൾ ആ സലഫുകളിൽ ചില ആൾക്കാർ അവർ നോമ്പ് നോറ്റാൽ അവരുടെ ഭാര്യമാർ പോലും അറിയില്ലാന്ന്. നിങ്ങളൊന്ന് ആലോചിക്കുക, അവരുടെ ഭാര്യമാരെങ്ങനെ നോമ്പോറ്റെന്ന് അറിയാതിരിക്കുക? അവർ ഭാര്യമാരെ അറിയാതെ, അല്ലെങ്കിൽ അത്താഴം കഴിക്കാതെ, സുന്നത്ത് നോമ്പിന് ഷർത്തില്ല, നിർബന്ധമല്ല, അത്താഴം സുന്നത്താണ്. പക്ഷേ രാവിലെ എന്ത് ചെയ്യുക? ഭക്ഷണം ഒന്നും കഴിച്ചിട്ടില്ലെങ്കിൽ നോമ്പ് നോൽക്കാം. എന്നിട്ട് അവർ നോമ്പ് നോൽക്കും. ഭാര്യമാരെ അവർക്ക് ഭക്ഷണം കൊടുക്കുന്നതാണ്, പൊതിഞ്ഞു കൊടുക്കും. വീട്ടിൽ പുറത്തേക്ക് ജോലിക്ക് പോകുമ്പോൾ ആ ഭക്ഷണം അവരെന്ത് ചെയ്യും? അവരേതെങ്കിലും മിസ്കീനുകൾക്ക് കൊടുക്കും. എന്നിട്ട് അവർ നോമ്പ് തുറന്നിട്ട് ആ വീട്ടിലേക്ക് വരിക. സുബ്ഹാനല്ലാഹ്. ഇങ്ങനെ അഥവാ ആരും അറിയാതെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഏറ്റവും ഇഖ്ലാസോട് കൂടെ ചെയ്യാൻ പറ്റുന്ന ഒരു ഇബാദത്താണ് നോമ്പ്. ഞാൻ പറഞ്ഞു, ഇനി ഈ വരാൻ പോണ റമദാനിൽ അള്ളാഹു നമുക്ക് ആയുസ് നൽകിയാൽ 30 നോമ്പും അള്ളാഹു പറഞ്ഞല്ലോ ഞാൻ പ്രതിഫലം നൽകുന്നു, ആ ദർജയിലേക്ക് എത്തണം നമ്മൾ. ആ ദർജ റബ്ബ് നമുക്ക് പ്രതിഫലം നൽകുമെന്ന് നേരിട്ട് പറഞ്ഞ ആ ഒരു ദർജയിലേക്ക് നമ്മുടെ നോമ്പിനെ എത്തിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ശ്രദ്ധിക്കണം. 10ാമത്തെ കാര്യം, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞൊരു ഹദീത്താണ്, നിങ്ങൾ അത്താഴം കഴിക്കണം, അത്താഴത്തിൽ ബറക്കത്തുണ്ട്. അതൊരു ബറക്കത്താണ്, റമദാനിലെ ബറക്കത്താണ്. അല്ലാത്ത സമയത്തും ബറക്കത്തുണ്ട്. പക്ഷേ റമദാനിൽ എന്ത് ചെയ്യണം? അത്താഴം കഴിച്ചുകൊണ്ട് തന്നെ നോമ്പ് നോൽക്കണം. അത്താഴം കഴിച്ച് നോമ്പ് നോൽക്കണം, അതിൽ ബറക്കത്തുണ്ട് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതാണ്. നമ്മുടെയും വേദക്കാരുടെയും ഇടയിലുള്ള വ്യത്യാസമൊക്കെ പഠിപ്പിക്കുമ്പോൾ അതിൽ അത്താഴത്തെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചത് കാണാൻ പറ്റും. സഹോദരങ്ങളെ, ഞാൻ 10 ബറക്കത്തുകളോട് എണ്ണി പറഞ്ഞു. നോമ്പിലൂടെ നമുക്ക് നേടിയെടുക്കാൻ സാധിക്കുന്ന 10 ബറക്കത്തുകൾ. ഈ അനുഗ്രഹീതമായ മാസത്തിൽ, ഈ ബറക്കത്താക്കപ്പെട്ട മാസത്തിൽ നമ്മൾ കേട്ട കാര്യങ്ങളിൽ നിന്ന് നന്മകൾ ഉൾക്കൊണ്ടുകൊണ്ട് നമ്മുടെ ജീവിതത്തെ നമ്മൾ ശുദ്ധീകരിക്കുക. 3 കാര്യങ്ങൾ കൂടെ പറഞ്ഞ് ഞാൻ എൻ്റെ സംസാരം ഇൻഷാ അല്ലാഹ് അവസാനിപ്പിക്കും. കുറച്ച് സമയം എടുക്കുള്ളൂ. ഒന്നെന്താ അറിയോ? നോമ്പിൽ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം, നമ്മുടെ സമയത്തിൻ്റെ വില നമ്മൾ തിരിച്ചറിയണം. സമയം നഷ്ടപ്പെട്ടു പോയാൽ തിരിച്ചു കിട്ടൂല സഹോദരങ്ങളെ. സമയം നഷ്ടപ്പെട്ടാൽ തിരിച്ചു കിട്ടൂല. മഹാനായ ഇബ്നുൽ ഖയ്യിം റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞത്, ഇളാഅത്തുൽ വഖ്തി അശദ്ദു മിനൽ മൗത്ത്. സമയം കളയാന്നുള്ളത് മരണത്തെക്കാൾ ഭയാനകമാണ്. സമയം കളയാന്നുള്ളത്. ഇപ്പൊ ഇന്നത്തെ ദിവസം വൈകുന്നേരം പ്രാർത്ഥന ആരൊക്കെ ചൊല്ലി? അല്ലെ, വൈകുന്നേര സമയത്തുള്ള പ്രാർത്ഥനയിലുണ്ട്. ആരൊക്കെ ചൊല്ലിയത്? സ്വന്തം മനസ്സിനോട് പറഞ്ഞാൽ മതി. അല്ലാഹുമ്മ അൻത റബ്ബി ലാ ഇലാഹ ഇല്ലാ അൻത ഖലഖ്തനി വഅന അബ്ദുക വഅന അലാ ഖദിക. സയ്യിദുൽ ഇസ്തിഗ്ഫാർ. ഇത് മഹത്വമുള്ള പ്രാർത്ഥനയാണ്. റദീതു ബില്ലാഹി റബ്ബ വബിൽ ഇസ്ലാമി ദീന. ആർക്കാ അറിയാത്തത്? അല്ലേ? എന്തൊക്കെ പ്രാർത്ഥനകൾ, 24ഓളം പ്രാർത്ഥന ഉണ്ട് വൈകുന്നേരം ചൊല്ലാൻ. ആർക്കാ തൗഫീഖ് കിട്ടിയത്? സഹോദരങ്ങൾ, ഇന്ന് വൈകുന്നേരം ചൊല്ലേണ്ട പ്രാർത്ഥന ചൊല്ലിയില്ല എന്ന് വിചാരിക്കും, ഇങ്ങനെ ചൊല്ലാൻ പറ്റുമോ? ഇല്ലല്ലോ, ചൊല്ലാൻ പറ്റില്ലല്ലോ. എന്തുകൊണ്ട്? ആ സമയം കഴിഞ്ഞു പോയി. ഓരോ സമയത്തും ചെയ്യേണ്ട ഓരോ ഇബാദത്തുകളുണ്ട്. അത് അതാത് സമയങ്ങളിൽ ചെയ്യണം. അപ്പം അതിനൊരു തൗഫീഖിന് വേണ്ടി എന്താണ്? സമയത്തെക്കുറിച്ച് നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ബോധമുണ്ടാകണം. സമയത്തെക്കുറിച്ച് ബോധമുള്ള ആളുകളാകാൻ വേണ്ടി എന്ത് ചെയ്യണം? നമ്മൾ മാറണം. മഹാനായ അബ്ദുല്ലാഹി ബിൻ മസ്ഊദ് റളിയല്ലാഹു അൻഹു പറഞ്ഞൊരു വാചകം, ഒഴിവ് സമയം ഉണ്ടായിട്ടും ഇഹലോകത്തിനോ പരലോകത്തിനോ യാതൊന്നും പ്രവർത്തിക്കാത്തവരോട് ഞാൻ കഠിനമായി കോപമുള്ളവനാണ് എന്ന് അബ്ദുല്ലാഹി ബിൻ മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നല്ലോണം ആലോചിക്കുക, നമ്മുടെ സമയം നമ്മൾ എന്തിനാണ് വിനിയോഗിക്കുന്നതെന്ന്. റമദാനിലൊക്കെ പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയ ഒക്കെ വളർന്നു വന്നൊരു സമയമാണ്.
അധികരിച്ചൊരു കാലഘട്ടമാണ് അല്ലേ. നമുക്കതൊന്ന് കണ്ണെടുക്കാൻ പറ്റാത്തൊരു പ്രശ്നമുണ്ട്. ഒരു പക്ഷേ ഈ കാലത്തിൻ്റെ പ്രത്യേകതയാണ്. നമ്മളതിൻ്റെ കാലത്തിൻ്റെ കൂടെ നമ്മളെ കൂടിക്കൊണ്ടിരിക്കുന്നത്. അല്ലാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഞാൻ പറഞ്ഞത്, റമദാനിലേക്ക് പ്രവേശിച്ചാൽ ഒരു സമയം പോലും തീരരുത് അനാവശ്യമായിട്ട് വിനിയോഗിക്കാൻ പാടില്ല. നമ്മുടെ പരലോകത്തേക്ക് ഉപകാരമുള്ള കാര്യങ്ങൾ പ്രവർത്തിക്കുന്ന ആളുകളായിട്ട് എന്ത് ചെയ്യണം, നമ്മൾ മാറണം. അതേപോലെ തന്നെ രണ്ടാമത്തെ ഒരു കാര്യം, നമ്മുടെ മനസ്സിന് എന്ത് ചെയ്യണം, നമ്മൾ ശുദ്ധം. ഇത് പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. നമ്മുടെ മനസ്സിനെ നമ്മൾ ശുദ്ധീകരിക്കണം. ഒരു നല്ല മനസ്സോടുകൂടെ റമദാനിലേക്ക് പ്രവേശിക്കാൻ സാധിക്കണം. അപ്പോൾ ഈ ഇവിടെ കസേരകളിലും കുറേ ആൾക്കാർ ഇരിക്കുന്നുണ്ട്. സഹോദരങ്ങളെ, പരസ്പരം വെറുപ്പോടുകൂടെ കഴിയുന്ന എത്ര മനുഷ്യന്മാരുണ്ട്. വിദ്വേഷം മനസ്സിൽ വെക്കുന്ന എത്ര ആൾക്കാരുണ്ട് അല്ലേ. കണ്ടാ ചിരിക്കാത്ത, അതേപോലെ തന്നെ സലാം പറയാത്ത, പിണങ്ങിക്കഴിയുന്ന എത്രയോ ആൾക്കാരുണ്ട്. ബാപ്പയും മക്കളും തമ്മിൽ തെറ്റ്, ഭാര്യയും ഭർത്താവും. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു കോൾ വന്നെന്താ, നിങ്ങൾ ഒരു സഹോദരനോട് വിളിച്ച് ചോദിക്കുന്നത് നിങ്ങളൊരു ഫത്വ തരണം എന്നാണ്. അപ്പം എന്താ ഫത്വൻ്റെ ആവശ്യം എന്താ? അയാൾ പറഞ്ഞത്, രണ്ടാൾക്കാർ, അയാളെ പ്രശ്നക്കാരൻ അയാളല്ല, അയാളുടെ ഒരു സുഹൃത്ത് അയാളോട് ചോദിച്ചതാണ്. അതിന് മറുപടി കിട്ടണം അയാൾക്ക്, ദീനിയായിട്ടൊരു മറുപടി വേണം. എന്താ ചോദ്യം? എന്താ, അയാളുടെ ഭാര്യ അയാളുമായി കൊണ്ട് സഹകരിക്കുന്നില്ല, ഒന്നിനും സഹകരിക്കണില്ല. ഭാര്യ വേറെ ബെഡ്റൂമിലാണ്, ഇയാൾ വേറെ ബെഡ്റൂമിലാണ്. മക്കളുണ്ട്, വീട്ടിലെല്ലാവരും ഉണ്ട്, അവരൊക്കെ സന്തോഷത്തിൽ അങ്ങനെ ജീവിക്കുന്നുണ്ട്. ഭാര്യയും ഭർത്താവുമാണ്, ബാപ്പയാണ്, ഉമ്മയാണ്, എല്ലാം നടക്കുന്നുണ്ട്. പക്ഷേ അവർ തമ്മിലൊരു ബന്ധമല്ല, ഭാര്യയും ഭർത്താവും തമ്മിൽ ഒരു ബന്ധമല്ല. അപ്പോൾ ഭർത്താവിൻ്റെ ചോദ്യം എന്താ അറിയോ? അങ്ങനെയുള്ളൊരു പെണ്ണിനെ ഞാൻ ചെലവിന് കൊടുക്കണം. അവൾക്ക് ചെലവിന് കൊടുക്കാൻ പാടില്ല. കാരണം എന്താ, അവൾ ഞാനുമായി എൻ്റെ ഒരു കാര്യം അവൾ നോക്കുന്നില്ല, എന്നെ അവൾ ശ്രദ്ധിക്കുന്നില്ല. അപ്പോൾ ഞാൻ എന്തിനാണ് അവൾക്ക് ചെലവിന് കൊടുക്കുന്നത്? ഭർത്താവിൻ്റെ ചോദ്യമാണ്, ന്യായമായ ചോദ്യമാണ്. അപ്പോൾ അതിനൊരു ഫത്വ വേണം അയാൾക്ക്. കൊടുക്കണ്ടെന്ന് എന്ത് ചെയ്യണം, ഞാൻ പറയണം. അതാണ് ഉപരി ആവശ്യം. അപ്പം ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, പൊന്നാര ചങ്ങായി, നിങ്ങൾ ആ സഹോദരനോടും ആ സഹോദരിയോടൊന്ന് സംസാരിച്ചിട്ട് 2 റൂമിൽ കിടക്കുന്ന ആൾക്കാരെ ഒരു റൂമിൽ എത്തിക്കാനല്ലേ നമ്മൾ നോക്കേണ്ടത്. ചെലവിന് കൊടുക്കണോ വേണ്ടി എന്നുള്ള ഇതൊക്കെ പിന്നീട് നമുക്ക് ചർച്ച ചെയ്യാം. അവരുടെ ഇടയിലെ പ്രശ്നങ്ങളെ ഒന്ന് പരിഹരിക്കാൻ, അവരൊന്നൊന്നായി ജീവിച്ചാൽ നമുക്ക് കിട്ടുന്ന കൂലി ഒന്ന് ആലോചിച്ച് നോക്കി. എത്രയോ ഭാര്യമാരുണ്ട്, ഭർത്താക്കന്മാരുണ്ട്, അല്ലെങ്കിൽ ഉമ്മമാരും ഉപ്പമാരും ഒക്കെ പരസ്പരം പിണങ്ങിക്കഴിയുന്ന ആൾക്കാരുണ്ട്. മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു, മഹാനായ പിന്നെ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹുവിനോട് ചോദിക്കുന്നത്, കൈഫ കുൻതും തസ്തഖ്ബിലൂന റമളാൻ, നിങ്ങൾ എങ്ങനെയാണ് റമളാനെ സ്വീകരിച്ചിരുന്നത്? അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദിനോടുള്ള ചോദ്യമാണ്, നിങ്ങൾ എങ്ങനെയാണ് റമളാനെ സ്വീകരിച്ചത്? അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞങ്ങളുടെ കൂട്ടത്തിൽ ഒരാളുമില്ല എന്നാ, ഞങ്ങളുടെ കൂട്ടത്തിൽ ഒരാളുമില്ല. റമളാനിന്റെ ഹിലാല് കാണുമ്പോൾ, റമളാനിന്റെ പിറ കാണുന്ന സമയത്ത് ഞങ്ങളിൽ ഒരാൾക്കും ഞങ്ങളുടെ കൂട്ടത്തിലെ മറ്റൊരാളോട് ഞങ്ങളുടെ മനസ്സിൻ്റെ ഉള്ളിൽ പക ഉണ്ടാകൂല, അസൂയ ഉണ്ടാകൂല, വെറുപ്പുണ്ടാകൂല. തെളിഞ്ഞ മനസ്സോടെയാണ് ഞങ്ങൾ റമളാനെ സ്വീകരിക്കുക. അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു വാചകമാണ്. ഈ വാചകം ഒന്ന് മനസ്സിൽ വെച്ചിട്ട് റമളാനെ സ്വീകരിച്ചു നോക്കി. നിങ്ങൾ പിണങ്ങിക്കഴിയുന്ന ഏട്ടനോട് മിണ്ടാത്തവരുണ്ടെങ്കിൽ, അനിയനോട് മിണ്ടാത്തവരുണ്ടെങ്കിൽ ഒന്ന് പോയി സലാം പറഞ്ഞു നോക്കി. ഒന്നും നഷ്ടപ്പെടാനുള്ള സഹോദരങ്ങളെ, ഒന്നും നഷ്ടപ്പെടാനുള്ള. നമ്മളൊന്ന് താഴ്ന്നു കൊടുത്താൽ, നമ്മളൊന്ന് മിണ്ടിയാൽ തീരുന്ന കുറെ പ്രശ്നങ്ങളുണ്ട് ഇവിടെ അല്ലെ. നമ്മളൊന്ന് ക്ഷമിച്ചാൽ തീരുന്ന ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. വീടുകൾക്കിടയിൽ വലിയ മതിലുകൾ കെട്ടി അകന്നു പോകുന്ന കാലഘട്ടമാണിത്. പക്ഷെ നമ്മുടെ ദീന് നമ്മളെ പഠിപ്പിക്കുന്ന എന്താ? അടുക്കാനാണ്, പരസ്പരം ഒരുമിച്ച് നിൽക്കാൻ. ഒന്ന് വിട്ടുവീഴ്ച ചെയ്താൽ, ഒന്ന് മാപ്പ് കൊടുത്താൽ തീരുന്ന കുറെ പ്രശ്നങ്ങൾ. ഒരു ആലിംഗനത്തിലൂടെ, ഒരു ഷെയ്ഖാൻഡിലൂടെ, ഒരു പുഞ്ചിരിയിലൂടെ തീരുന്ന ഒരുപാട് പ്രശ്നങ്ങളുണ്ട് ഇവിടെ. പക്ഷെ തീർക്കാൻ മനുഷ്യന്മാർ തയ്യാറല്ല. ഞാൻ റമദാനിന്റെ മുന്നോടിയായി ഒരു ശുദ്ധമായ മനസ്സോടെ റമദാനിലേക്ക് പ്രവേശിക്കാൻ നമുക്ക് സാധിക്കണം. മഹാനായ ഇമാം അഹ്മദ് ബിൻ ഹംബൽ റഹ്മത്തുള്ളാഹി അലൈഹി, അദ്ദേഹത്തെ മുഅ്തസിം അങ്ങേയറ്റം പീഡിപ്പിച്ച ഭരണാധികാരിയാണ്. നമുക്കറിയാതെ അങ്ങേയറ്റം ചമ്മട്ടി കൊണ്ട് അടിച്ചു. ചമ്മട്ടി പറഞ്ഞാൽ നമ്മൾ സിമെന്റ് ഒക്കെ കോരാൻ ഉപയോഗിക്കുന്നുണ്ട്. അങ്ങനത്തെ ഇതെടുത്തിട്ട് അടിച്ചു ഇമാം അഹ്മദ് ബിൻ ഹംബലിനെ. ഇമാം അഹ്മദ് ബിൻ ഹംബൽ റഹ്മത്തുള്ളാഹി അലൈഹിയുടെ ശരീരത്തിലൊക്കെ വലിയ വലിയ മുറിവുകൾ ഉണ്ടായിരുന്നു. ആ മുറിവുകളൊക്കെ വലിയ പ്രയാസം ഉണ്ടാക്കിയപ്പോൾ അദ്ദേഹത്തെ ചികിത്സിക്കാൻ വേണ്ടി ഡോക്ടർമാരുടെ സമീപത്തേക്ക് കൊണ്ടുപോയി. അപ്പൊ അദ്ദേഹത്തെ ഇങ്ങനെ ചികിത്സിക്കാൻ ഡോക്ടർമാർ, ആ മുറിവൊക്കെ ഇങ്ങനെ ചികിത്സിക്കുന്ന സമയത്ത് ഇമാം അഹ്മദ് ബിൻ ഹംബൽ എന്തോ പറയുന്നുണ്ട്. അപ്പൊ ഡോക്ടർമാർ ഇങ്ങനെ കാതോർത്തി എന്താ അദ്ദേഹം പറയണെന്ന്. അപ്പൊ അദ്ദേഹത്തിന്റെ വാചകം എന്താ അറിയോ? അല്ലാഹുമ്മ ഗഫിർ ലി മുഅ്തസിം, അല്ലാഹുമ്മ ഗഫിർ ലി മുഅ്തസിം. പടച്ചോനെ, മുഅ്തസിമിനെ നീ പുറത്തു കൊടുക്കണേ. ആരായി മുഅ്തസിം? അദ്ദേഹം ഈ ഡോക്ടർമാരുടെ മുന്നിൽ കടക്കാൻ കാരണക്കാരൻ മുഅ്തസിമാണ്. അത്രമാത്രം ഉപദ്രവിച്ച വ്യക്തിയാണ്. ഡോക്ടർമാരുടെ ചോദ്യമുണ്ട്, ഷെയ്ഖേ, നിങ്ങളെ ഇത്രമാത്രം വേദനിപ്പിച്ച, ഇത്രമാത്രം പീഡിപ്പിച്ച ആൾക്ക് വേണ്ടിയാണോ നിങ്ങൾ പ്രാർത്ഥിക്കുന്നത്? ഇമാം അഹ്മദ് ബിൻ ഹംബൽ എന്ന് പറഞ്ഞ ആരാ സഹോദരങ്ങളെ? ആ മഹാപണ്ഡിതൻ പറഞ്ഞൊരു വാചകം എന്തറിയോ? എനിക്ക് അല്ലാഹു മാപ്പ് നൽകണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഞാൻ എൻ്റെ റബ്ബിനോട്, റബ്ബേ എനിക്ക് മാപ്പ് നൽകണേ, വിട്ടുവീഴ്ച ചെയ്തു തരണേ എന്ന് ഞാൻ പ്രാർത്ഥിക്കാറുണ്ട്. എൻ്റെ റബ്ബ് എനിക്ക് വിട്ടുവീഴ്ച ചെയ്യണമെങ്കിൽ ഞാൻ ആളുകൾക്ക് വിട്ടുവീഴ്ച ചെയ്ത് കൊടുക്കണ്ടേ? ഞാൻ ആളുകൾക്ക് മാപ്പ് കൊടുക്കണ്ടേ?
പ്രിയപ്പെട്ടവർ, ഒന്ന് ആലോചിച്ച് നോക്കൂ നിങ്ങൾ. ഇമാം അഹ്മദ് ബിൻ ഹംബലിന് അനുഭവിച്ച പീഡനത്തിന്റെ 1% വേണ്ട, അതിന്റെ പകുതി പോലും പ്രയാസങ്ങൾ അനുഭവിക്കാൻ നമുക്കൊന്നും അവസരം ഉണ്ടായിട്ടില്ല. എന്നിട്ട് പോലും അകന്നുപോയ ആളുകളാണ് നമ്മൾ, അല്ലേ? എന്നിട്ട് പോലും അകന്നുപോയ ആൾക്കാരാണ്. മുആവിയ റളിയല്ലാഹുവിന്റെ ചരിത്രം വായിക്കുമ്പോൾ പിന്നെ മുആവിയ റളിയല്ലാഹു അൻഹുവിന്റെ അടുക്കലേക്ക് പിന്നെ ഭരണാധികാരിയായിരുന്നു അന്നത്തെ ഒരു ഭരണാധികാരി, അമുസ്ലിം ഭരണാധികാരി, അദ്ദേഹം ഒരു ദൂതനെ പറഞ്ഞയക്കുന്നുണ്ട് അലി റളിയല്ലാഹുവിന്റെ വിഷയത്തിൽ. ഇങ്ങനെ ആ മുസ്ലിങ്ങൾ തമ്മിൽ പോരാടുന്ന ഒരു സമയമുണ്ടല്ലോ, ആ ഒരു ചർച്ചകൾ നടക്കുമ്പോൾ മുആവിയന്റെ അടുത്തേക്ക് ഒരു അമുസ്ലിം ഭരണാധികാരി സഹായ വാഗ്ദാനവുമായി ഒരാളെ പറഞ്ഞയക്കുന്നുണ്ട്. ഞങ്ങളെ സഹായിക്കുക, അലി റളിയല്ലാഹുവിനെയും മറ്റേ ആൾക്കാരൊക്കെ പരാജയപ്പെടുത്താൻ എന്ത് ചെയ്യുക, ഞാൻ നിങ്ങളെ സഹായിക്കാന്ന് പറഞ്ഞിട്ട് വരുന്നത്. ആ സമയത്ത് മഹാനായ മുആവിയ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തോട് പറഞ്ഞൊരു വാചകം എന്താ അറിയോ? ഞാനും അലിയും സഹോദരനാണ്, ഞങ്ങൾ തമ്മിൽ അഭിപ്രായ വ്യത്യാസം, പക്ഷേ സത്യം ഞങ്ങളുടെ കൂടെയാണ് എന്നാണ് ഞങ്ങൾ രണ്ടുപേരും വിശ്വസിക്കുന്നത്. അതുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, ഞങ്ങൾ തർക്കിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാൻ പറയുന്നതാണ് സത്യമെന്ന് ഞാൻ മനസ്സിലാക്കുന്നു, അലി പറയുന്നതാണ് സത്യമെന്ന് അലി മനസ്സിലാക്കുന്നു. അതുകൊണ്ടാണ് ഞങ്ങൾ തർക്കിക്കുന്നത്. പക്ഷെ കാര്യങ്ങൾ എന്തൊക്കെയായാലും അലീനേക്കാൾ എനിക്ക് വലുതല്ല നീ, നീ പറഞ്ഞേക്കുന്നതൊന്നും നിനക്ക് വലുതല്ല. അടുത്ത വാചകം എന്തറിയോ? നീ ഇനിയും ഈ പ്രവൃത്തി തുടർന്നാൽ എന്റെ അലിയുടെ നേതൃത്വത്തിൽ നിന്റെ നാട്ടിലേക്ക് ഒരു സൈന്യം വരും. അലിയുടെ കയ്യിലുള്ള പതാകക്ക് താഴെ അലിയുടെ പിന്നിൽ ഒരു പടയാളിയായി മുആവിയ ഉണ്ടാകും. എന്നിട്ട് നിന്റെ നാടിനെ പരാജയപ്പെടുത്തി ഞങ്ങൾ തിരിച്ചു പോരും. ആരുടെ വാചകം അറിയോ? മുആവിയ റളിയല്ലാഹുവിന്റെ വാചകം. ഒന്ന് ആലോചിച്ച് നോക്കൂ സഹോദരങ്ങളെ, അതായിരുന്നു അവരുടെ മനസ്സ്, അതായിരുന്നു അവരുടെ ഹൃദയം. തൽഹാത്ത് ബിൻ ഉബൈദില്ലാഹ് റളിയല്ലാഹു അൻഹു മരിച്ചു. അദ്ദേഹം മരണപ്പെട്ടപ്പോൾ അലി റളിയല്ലാഹു അദ്ദേഹത്തിന്റെ ആ മരണവാർത്ത കേട്ട് അദ്ദേഹത്തിന്റെ മയ്യത്തിന്റെ സമീപത്ത് വെച്ച് വിങ്ങി കരയുന്ന അലി റളിയല്ലാഹു നമ്മൾ ചരിത്രത്തിൽ വായിക്കുന്നുണ്ട്. രണ്ട് പക്ഷത്തുനിന്ന് ആൾക്കാരാണ്. അലി റളിയല്ലാഹുവിന്റെ മരണവാർത്ത കേട്ട മുആവിയ റളിയല്ലാഹു കരയുന്നത് കണ്ടപ്പോ ഭാര്യ ചോദിക്കുന്നുണ്ട്, നിങ്ങൾ എന്തിനാ കരയണത്? നിങ്ങൾ അദ്ദേഹവുമായി യുദ്ധം ചെയ്യാൻ പോയ ആളല്ലേ, എന്തിനാ കരയണത്? ഭാര്യനോട് അദ്ദേഹം പറഞ്ഞത്, നിനക്കെന്താ അറിയാം അലിനെ കുറിച്ച്? അലിയുടെ മരണത്തിലൂടെ ഈ ലോകത്തിന് സംഭവിച്ച നഷ്ടം എന്താണെന്ന് നിനക്കറിയോ? അലിയെ പോലെ ഒരു ആലിം ഈ ലോകത്തുണ്ടായിട്ടുണ്ടോ? ചോദിച്ച വാചകങ്ങളാണ്, അദ്ദേഹം ചോദിച്ച വാചകങ്ങൾ. അത് ഞാൻ പറഞ്ഞറിയോ, അവരുടെ ഖൽബിന്റെ ഉള്ളിൽ പരസ്പരം സ്നേഹമായിരുന്നു, ഹുബ്ബായിരുന്നു. അവർ തർക്കിച്ച ദീനിന് വേണ്ടിയാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യണം? പരസ്പരം സ്നേഹിക്കുന്ന ആൾക്കാരാവുക, അകലാതിരിക്കുക, ചേർത്ത് പിടിക്കുന്ന ആൾക്കാരാകുക. റമദാൻ നമുക്ക് സമ്മാനിക്കേണ്ട, റമദാൻ നമുക്ക് നൽകേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട പാഠം അതാണ്. പള്ളിയിൽ മാത്രം സ്വഫ് കെട്ടിയാൽ പോരാ. ഞാൻ അവസാനിപ്പിക്കും പറയാം. പള്ളിയിൽ മാത്രം സ്വപ്പിൽ അണികൾ ചേർന്ന് കാലുകൾ ചേർത്ത് വെച്ച് നിന്നാൽ പോരാ. പള്ളികൾക്ക് പുറത്തങ്ങാടിയിലും പരിസരങ്ങളിലുമൊക്കെ നമ്മുടെ സ്വപ്പുകൾ ഒന്നാക്കുവാൻ, പരസ്പരം ചേർന്ന് നിൽക്കാൻ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അങ്ങനെ റമദാനിനെ നമ്മൾ ഉപയോഗപ്പെടുത്തുക. വരാൻ പോകുന്ന റമദാനിനെ ആത്മാർത്ഥമായി സ്വീകരിക്കുക. അള്ളാഹുവിനോട് റമദാനിനെ സ്വീകരിക്കാനുള്ള തൗഫീക്കിന് വേണ്ടി പ്രാർത്ഥിക്കുക. അള്ളാഹു സുബ്ഹാനഹു വ തആല വരാൻ പോകുന്ന റമദാനിനെ ഏറ്റവും നല്ല രീതിയിൽ സ്വീകരിക്കാൻ, ആ റമദാനിലെ മുഴുവൻ നന്മകളും സ്വന്തമാക്കി, റമദാനിലെ നോമ്പുകൾ പൂർത്തീകരിച്ച്, രാത്രി നമസ്കാരങ്ങളിൽ പങ്കെടുത്ത്, മറ്റുള്ള ഇബാദത്തുകൾ ചെയ്ത് ഏറ്റവും നല്ല വിശ്വാസിയായി മരണപ്പെടാൻ റബ്ബ് നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകി നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ ഇടയിൽ രോഗികളുണ്ട്, അള്ളാഹു അവർക്ക് ശിഫ നൽകുമാറാകട്ടെ. നമ്മുടെ ഇടയിൽ മരണപ്പെട്ടു പോയ ധാരാളം ആളുകളുണ്ട്. ഒരുപക്ഷെ ഈ സംസാരം കേൾക്കുന്ന പല ആളുകളുടെയും ഉമ്മമാർ, ഉപ്പമാർ, ഭർത്താക്കന്മാർ, ഭാര്യമാർ, മക്കൾ, വേണ്ടപ്പെട്ട പല ആളുകളും മരണപ്പെട്ടു പോയിട്ടുണ്ടാകും. അള്ളാഹു അവരുടെ ഖബർ ജീവിതം സന്തോഷകരമാക്കി കൊടുക്കുമാറാകട്ടെ. അവർക്ക് അള്ളാഹു സ്വർഗം നൽകി അവരെ അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ ഗഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽഅഹ്യാ മിൻഹും വൽ അംവാത്ത്. അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ, അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ, അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ. റബ്ബനാ ആതിനാ ഫിദ് ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബൻ നാർ. ആമീൻ ആമീൻ ബിറഹ്മതിക യാ അർഹമർ റാഹിമീൻ. വആഖിറു ദഅവാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.